IMA ബ്രാഞ്ചിൻ്റെ ഈ വർഷത്തെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. മൂവാറ്റുപുഴ ബ്രാഞ്ചിൻ്റെ ഈ ഇൻസ്റ്റലേഷൻ സെറമണിയിൽ എന്നെ അതിഥിയായി ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. സുഹൃത്തുക്കളെ, അതിഥികളെ സൂക്ഷിക്കുക, ബിവെയർ ഓഫ് ഗസ്റ്റ്സ് എന്നാണ് ഞാൻ ഇന്ന് ഒരു അതിഥി എന്ന നിലയിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം. ഇത് ഈ തലക്കെട്ട് കൊടുത്തത് ഞാൻ 3-ാം തരത്തിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള 3rd സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള ഒരു പഴയ പഞ്ചതന്ത്ര കഥയുണ്ട്. അതിൽ മൂങ്ങകളും കാക്കകളും തമ്മിലുള്ളൊരു വിഷയമാണ്. മൂങ്ങകളുടെ രാജ്യത്തിൽ ഒരാൽമരാണ്. അവിടേക്ക് കാക്കകളുടെ രാജാവിൻ്റെ മന്ത്രി ചിരഞ്ജീവി എന്നൊരാൾ ചില തട്ടിപ്പുകളൊക്കെ പറഞ്ഞവിടെ എത്തുന്നത്, അതിൻ്റെ അകത്ത് കയറി ചെന്ന് ആ കൂട് മുഴുവനും ആൽമരം മുഴുവനും കത്തിച്ച് ഇവരെ മുഴുവൻ നശിപ്പിച്ച ഒരു കഥയാണത്. അതിഥികളെ സ്വീകരിക്കുമ്പോൾ, അവരെ ആനയിക്കുമ്പോൾ, കൊണ്ടുവരുമ്പോൾ, അവർ പറയുന്നത് കേൾക്കുമ്പോൾ, അവർക്ക് സ്വീകരണം കൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ആണ് നമ്മൾ പൊതുവെ ഇരുന്ന് പഠിക്കുന്ന ഒരു പാഠം. ഈ അർത്ഥത്തിലാണ് ഞാൻ അതിഥികളെ, നമ്മൾ ഡോക്ടർമാർ ഏത് അതിഥികളെയാണ് സ്വീകരിക്കേണ്ടത്, ഏത് തരത്തിലുള്ള ആൾക്കാരെയാണ് അതിഥികളായി സ്വീകരിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പ്രധാനമായിട്ടും ഈ ഒരു തലക്കെട്ട് വെച്ചത്. ഇത് ഞങ്ങളുടെ ഇന്ത്യൻ ഓർത്തോപെഡിക് അസോസിയേഷൻ്റെ കഴിഞ്ഞ ആനുവൽ കോൺഫറൻസിൻ്റെ മുഖ്യ അതിഥിയാണ് സദ്ഗുരു എന്നറിയപ്പെടുന്ന ജഗ്ഗി വാസുദേവ്. 2018 ഇവിടെ കോയമ്പത്തൂർ നടന്നതാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 5000-ത്തിലധികം ഓർത്തോപെഡിക് സയൻസ് പങ്കെടുത്തു. ഇതൊക്കെ വാസ്തവത്തിൽ ഒരു ചിരഞ്ജീവി കാക്കയെ മൂങ്ങകൾ സ്വീകരിച്ച് ആനയിച്ചതുപോലെയാണ് എന്ന് ഞാൻ പറയും. ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ആ മീറ്റിങ്ങിൽ ഇദ്ദേഹമായിട്ട് നടത്തി. പട്ടുനൂലിനോട് വാഴനാര് ചേർക്കുക എന്ന് ഒരു പ്രയോഗമുണ്ട്. അതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു ഭാഗത്ത് ഡോക്ടർ രാജശേഖരൻ, മറുഭാഗത്ത് ജഗ്ഗി വാസുദേവ്. ജഗ്ഗി വാസുദേവ് എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളുടെ മൊത്തക്കച്ചവടക്കാരനാണെന്ന് ഞാൻ പറയും. അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരുപാട് വീഡിയോസ് കാണാം. ഏത് ഡയറക്ഷനിൽ തലവെച്ച് കിടക്കണം. വടക്കോട്ട് തലവെച്ച് കിടന്നാൽ ബ്രെയിൻ ഹെമറേജ് ഉണ്ടാവും. എന്താ കാരണം? രക്തത്തിൽ നിറയെ അയണാണ്. അയണിനെ മുഴുവനും ഭൂമിയുടെ കാന്തം ആകർഷിച്ച് അത് മുഴുവൻ തലയിൽ പോയിട്ട് വടക്കോട്ട് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ ഹെമറേജ് എന്ന് പറയുന്ന മഹാനെയാണ് നമ്മൾ വിളിച്ച് ക്ഷണിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രഹണ സമയത്ത് ഭക്ഷണം അത് വിഷമായി മാറുന്ന അദ്ദേഹം എങ്ങനെ ചെയ്യും? എക്സ്പെരിമെൻ്റായിട്ട് കാണിച്ചു കൊടുക്കും. ഒരു മാല ഇങ്ങനെ കാണിച്ചിട്ട് അത് കറക്കും, എന്നിട്ട് പറയുന്നത് ഇത് വിഷമായി മാറി. ആയിരക്കണക്കിന് ആൾക്കാർ കാണുന്നു, ലക്ഷക്കണക്കിന് ആൾക്കാർ അതിൽ വീഡിയോ കാണുന്നു. അതുപോലെ ചീപ്പ് ട്രിക്കുകൾ, പലതരം ട്രിക്കുകൾ അദ്ദേഹം കാണിക്കുന്ന എല്ലാവരും വലിയ അത്ഭുതമായി പറയുന്നൊരു കാര്യമാണ്. എന്താണ് മിറക്കിൾ ഓഫ് ആൻഷ്യൻ്റ് ഇന്ത്യൻ ആൽക്കമി. എന്താണ് ചെയ്യുന്നത്? മെർക്കുറിയെ സോളിഡിഫൈ ചെയ്യുന്നു അറ്റ് റൂം ടെമ്പറേച്ചർ. വലിയൊരു അത്ഭുതമായിട്ട് എല്ലാ ഡെൻറ്റിസ്റ്റുകളും, എൻ്റെ ഭാര്യ ഡെൻറ്റിസ്റ്റാണ്, എല്ലാ ദിവസവും ചെയ്യുന്നൊരു സംഗതിയാണ് മെർക്കുറി അമാൽഗം ആക്കുക എന്നുള്ളത്. അതിൻ്റെ അത് ഇത്തിരി എന്ത് മെറ്റൽ ചേർത്താലും മതി, സിൽവർ ചേർക്കാം, കോപ്പർ ചേർക്കാം, വളരെ ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിനെ വലിയൊരു സംഗതിയായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പെഡ്ലർ ഓഫ് സ്യൂഡോ സയൻസ്, ചീപ്പ് ട്രിക്സ്, ഇങ്ങനത്തെ ഒരാളാണ്. ഇത് എങ്ങനെയാണിത് കാണിക്കുന്നുള്ളതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ഇന്ത്യക്കാരല്ല, പുറത്തുള്ള ആൾക്കാർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഈ മെർക്കുറി സോളിഡിഫൈ ചെയ്യുന്നതെന്നുള്ളത് ഇയാളുടെ വീഡിയോ തന്നെ വെച്ച് പൊളിച്ച യൂട്യൂബ് വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അതുപോലെ വിവിധമായ കപടശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുക. വാട്ടർ മെമ്മറി അദ്ദേഹം പ്രചരിപ്പിക്കുന്നത്, വാട്ടറിന് മെമ്മറി ഉണ്ടെന്നാണ്. അദ്ദേഹം ചില മന്ത്രങ്ങൾ ചോദിക്കാൻ വെള്ളത്തിന് മെമ്മറി ഉണ്ടാവും. ഇത് നമ്മൾ ഹോമിയോക്കാരൊക്കെ പറയുന്നതാണ്, എല്ലാ കപട ചികിത്സക്കാരും പറയുന്നതാണ്. വെള്ളം മന്ത്രിച്ചു കൊടുക്കുമ്പോഴൊക്കെ വാട്ടർ അതിന് മെമ്മറി ഉണ്ട് എന്നുള്ള കാര്യം. ഇത് അദ്ദേഹം പറയുന്നത് ബോംബെ മദ്രാസ് IIT-യിലാണ്. ഇതാണ് എൻ്റെ ഒരു തമാശ എന്ന് പറഞ്ഞാൽ, രാജ്യത്ത് ശാസ്ത്ര സാങ്കേതിക മണ്ഡലങ്ങളിൽ, വിദ്യാഭ്യാസ മണ്ഡലത്തിലും പ്രൊഫഷണൽ മണ്ഡലങ്ങളിലൊക്കെ ഉയർന്നു നിൽക്കുന്ന ഇതുപോലുള്ള സ്ഥാപനങ്ങളിലും സംഘടനകളിലുമാണ് ഇദ്ദേഹം ചെന്ന് പ്രസംഗിക്കുന്നത്. സ്ഥിരമായി ഇദ്ദേഹം ക്ഷണിക്കപ്പെടുന്നുള്ളതാണ്. ഇത് 64th ആനുവൽ കോൺഫറൻസ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കാർഡിയോവാസ്കുലർ തൊറാസിക് സർജൻസ് വിശാഖപട്ടണം 2018. ഇതിന് ചീഫ് ഗസ്റ്റാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം, നമ്മൾ ആരെയാണ് വിളിക്കുന്നുള്ള കാര്യത്തിൽ. ഡോക്ടേഴ്സ് വളരെ ശ്രദ്ധിക്കണം. I am lucky that I have IMA president here, state president. At least if I can get that message across, the day is well
സ്പെൻറ്റ് എന്ന് വിചാരിക്കുന്നു. ഇദ്ദേഹം ഇവിടെ പോയിട്ട് എന്താ പറഞ്ഞതറിയോ? കാർഡിയോതൊറാസിക് സർജൻസ് ശസ്ത്രക്രിയ നിർദ്ദേശിച്ച അനേകം കുട്ടികളെ ഞാൻ എൻ്റെ യോഗ കൊണ്ട് മാറ്റിയിരുന്നു. അപ്പോൾ ക്ഷണിച്ച ആൾക്കാർ എന്തായി? എന്താ ചെയ്യാൻ പറ്റും? മിണ്ടാതെ കേട്ടിരിക്കുക. ചീഫ് ഗസ്റ്റ് വന്നത് പറഞ്ഞാലെന്ന് വെച്ചാൽ പിന്നെ ഇറങ്ങി ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സ്ഥിതി. അപ്പം ഞാനിത് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പറയാം. ഈ 3-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പറഞ്ഞ കാര്യമാണ്. എന്താ ചെയ്യുന്നത് വെച്ചാൽ വന്ന വഴി എല്ലാവരും കിടന്നുറങ്ങുമല്ലോ. ഈ മൂങ്ങകൾ വന്ന വഴി കിടന്നുറങ്ങും. അപ്പോൾ കാക്ക എന്ത് ചെയ്യും? തക്കം നോക്കി രാജധാനിയായ അരയാലിൻ്റെ എല്ലാ ഭാഗവും പരിശോധിച്ച് ഉള്ളുകളിലും മനസ്സിലാക്കി ഉണങ്ങിയ പുല്ലും ചാണകവും ചുള്ളികളും ഇലകളും ആലിൻ്റെ ശാഖകൾ തോറുമുള്ള പൊത്തുകൾ കൊണ്ടുപോയി സൂക്ഷിച്ചു. പച്ചിലകൾ കൊണ്ട് ഇതൊക്കെ മറച്ചു വെച്ചു. എന്നിട്ട് നല്ല സമയമായപ്പോൾ ഇതൊക്കെ എടുത്തി കൊടുത്തു. എല്ലാവരും എന്ത് ജോബം ചെയ്തു. അപ്പോൾ ഇതുപോലെ ഈ ഉണങ്ങിയ പുല്ലും ഉണങ്ങിയ ചാണകവും ചുള്ളികളും ഇലകളുമൊക്കെ ഇവിടെ കൊണ്ടുവെക്കുകയാണ് ഈ യജ്ഞവാസ്തുവിനെ പോലുള്ള ആൾക്കാർ ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർ ഈ വിവിധങ്ങളായ ഈ ആശയങ്ങൾ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള തെറ്റായ ആശയങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇടയിലേക്ക് ഫിക്സ് ചെയ്യാം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രാജ്യത്തെ ഈ ഉന്നതമായ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസം നേടിയ ഒരു സർക്കിളിലാണ് ഇത് ഈ പുല്ലും ചാണകവും ഇദ്ദേഹം കൊണ്ടുവന്ന് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ പുല്ലും ചാണകമൊക്കെ എടുത്ത് മാറ്റിക്കളയാവുന്നൊരു ജോലി നമുക്കുണ്ട്. ആ ഒരു ജോലിയാണ് ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നത്. എല്ലാവിധത്തിലുള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക, ഇപ്പോൾ എഞ്ചിനീയേഴ്സ് ആയാലും സയൻറ്റിസ്റ്റുകളായാലും ഡോക്ടർമാരായാലും ഒക്കെ വി ആർ ഓൾ എന്താ പറയുക, പീപ്പിൾ ഓഫ് സയൻസ്. നമ്മളൊക്കെ ഒരുപാട് രാത്രികളിൽ ഉറങ്ങാതെ ഇരുന്ന് മൂങ്ങകളെ പോലെ പഠിച്ചിട്ടാണ് ഈ രംഗത്തെത്തിയിട്ടുള്ളത്. അവിടെ നമ്മളൊക്കെ മൂങ്ങകളായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നത്. അവിടെ എല്ലാവരും മൂങ്ങകളായിട്ട് വരച്ചു വെച്ചിരിക്കണം അവിടെ. ഓക്കെ. അപ്പോൾ ഈ ഉണങ്ങിയ പുല്ലും ചാണകവും വെച്ചു കൊടുക്കുന്ന ചിരഞ്ജീവി കാക്കകളെ വിളിക്കാതിരിക്കുക. അവർ വിളിച്ചിട്ട് ഇതുപോലെ കൊണ്ടുവെക്കുന്ന സാധനങ്ങൾ കഴിവതും എടുത്ത് പുറത്ത് കളയാം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു ഭാഗത്ത് ഇത് ഇൻട്രാക്റ്റീവ് സെഷൻ ഒരു ഭാഗത്തുള്ള ആളാണ് ഞാൻ കാണിച്ചു തന്നത് നിങ്ങൾക്ക്. മറുഭാഗത്തുള്ളത് ഇന്ത്യൻ ഓർത്തോപീഡിക് സയൻസിൻ്റെ ഹീറോ ആണ്, സംശയമില്ല, ഡോക്ടർ രാജശേഖർ എന്ന് പറഞ്ഞാൽ. ഞങ്ങളൊക്കെ PGക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ വളരെ ആരാധനാപൂർവ്വം നോക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇന്നും ഇന്ത്യൻ ഓർത്തോപീഡിക് സയൻസിൻ്റെ ഇടയിൽ വളരെ ഒരു ഹീറോ ആയിട്ട് കാണപ്പെടുന്ന ആളാണ്. ഞങ്ങളുടെയൊക്കെ പ്രൊഫസറായിരുന്ന, ഞാനും സതീശനൊക്കെ കാലിക്കറ്റ് പഠിക്കുമ്പോൾ ഞങ്ങളുടെ പ്രൊഫസറായിരുന്ന, എൻ്റെ PG പ്രൊഫസറായിരുന്ന പ്രൊഫസർ MK വിശ്വനാഥനാണ് ഡോക്ടർ രാജശേഖരൻ്റെ ഒക്കെ എക്സാമിനറായിരുന്നത് മദ്രാസ് മെഡിക്കൽ കോളേജിൽ. അന്നു മുതലേ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. വലിയ അക്കാഡമിക് ആയിട്ടുള്ള, വലിയ എക്സലൻ്റ് ആയിട്ടുള്ളൊരു സർജനാണ്. ഇന്ത്യയും വിദേശത്തായിട്ട് ഇത് ഒരുപാട് മെഡലുകൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ബിരുദങ്ങൾ നേടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് വിദേശമായിട്ട് ഇൻ്റർനാഷണൽ ഇതിലൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ കുറവാണ്. ആ ഇടയിൽ 2 ഇൻ്റർനാഷണൽ ജേണലുകളുടെ എഡിറ്റോറിയൽ ബോർഡിലുള്ള ആളാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരാളോടാണ് മറ്റേ ആൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. ആരെയാണ് നമ്മൾ ക്ഷണിക്കുന്നത്? വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമല്ലേ. ഇതാണ് നമ്മുടെ ഹീറോകൾ ഇങ്ങനെ വീണ് കിടക്കാറുണ്ടല്ലോ, വലിയൊരു വിഷമമുള്ള കാര്യമാണ്. ഓ വാട്ട് എ fall was this, my fellow people. Here I and you and all of us fell down while bloody treason flourished over us. ഷേക്സ്പിയറിനെ ഉദ്ധരിച്ചുകൊണ്ട് ലേശം മാറ്റിക്കൊണ്ട് ഞാൻ പറയുന്നു. നമ്മുടെ ഹീറോകളെ നമ്മുടെ കൺമുന്നിൽ വീണു പോകുന്ന സംഗതിയാണ്. നാണക്കേട് കൊണ്ട് ശരിക്കും തലകുനിഞ്ഞു പോയൊരവസ്ഥയാണ് അന്നുണ്ടായത്. ഞാൻ വാസ്തവത്തായിട്ട് പങ്കെടുത്തില്ല. മറ്റേ ദേവാസുരത്ത് പറഞ്ഞ പോലെ മനസ്സിലുള്ള ചില വിഗ്രഹങ്ങൾ ഉടഞ്ഞു പോയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ മീറ്റിങ്ങിന് പോയില്ല. മനസ്സിലായി. പക്ഷേ ആ കൂട് വൃത്തിയാക്കുക എന്നൊരു കടമ എനിക്ക് ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഇൻട്രാക്റ്റീവ് സെഷനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നത്. വീഡിയോ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. ആ ഇൻട്രാക്റ്റീവ് സെഷൻ്റെ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ ഒരു വീഡിയോ സെഷനിൽ ഒരു 9 ചോദ്യങ്ങൾ ഡോക്ടർ രാജശേഖരൻ ചോദിക്കുന്നുണ്ട്. 2 ചോദ്യങ്ങൾ ഈ സദസ്സിൽ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഫുൾ വീഡിയോ തന്നെ ഇപ്പോൾ വീഡിയോ ഉണ്ട്. അതിൻ്റെ അകത്ത് ചെറിയ കഷ്ണങ്ങളായിട്ടിട്ടുള്ളതാണ്. അതിൽ ഒരൊറ്റ ഒരു ചോദ്യത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ആരോ മാർക്കിട്ട് കാണാം. വാട്ട് ഡൈസ് വെൻ വി ഡൈ എന്നാണ് ചോദ്യം. ഡോക്ടർ രാജശേഖരൻ സദ്ഗുരു ജഗിയ വാസുവിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടൊരു 13 മിനിറ്റ് വീഡിയോ ഉണ്ട്. അതിൻ്റെ ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ വിചാരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഓൾറെഡി ഇപ്പം 10 ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആശയം ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു മേഖലയിൽ ഒരുപാട് ചുള്ളിക്കമ്പുകളും ഉണക്ക ചാണകമൊക്കെ കൊണ്ട് നിറയ്ക്കുന്നത് എന്നുള്ളത് 10 ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടു കഴിഞ്ഞത് നമ്മളായിട്ടുണ്ടാക്കിയ സംഭവമാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ വിചാരിക്കുന്നത് ഒരു ശുചീകരണ പ്രവൃത്തിയാണ്. ഏത് ശുചീകരണ പ്രവൃത്തിക്ക് വന്നിട്ടുണ്ടാവും? കുറച്ച് പൊടിയൊക്കെ പറക്കും. അലർജി ഉള്ളവർക്ക് തുമ്മൽ വരും.
അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, ഉദ്ദേശശുദ്ധിക്ക് മാപ്പ് കൊടുക്കുക. കാരണം ഞാൻ ഇത് വ്യക്തി അധിക്ഷേപിക്കാനോ അങ്ങനെയൊന്നും പറയുന്ന കാര്യമല്ല. ഇത് നമ്മുടെ വീട് വൃത്തിയാക്കാനുള്ള ശ്രമമാണ്. കുറച്ച് പൊടിയൊക്കെ പറക്കും. ചോദ്യം ഇതാണ്. അതിൻ്റെ വീഡിയോ കാണിക്കാൻ നമുക്ക് നേരമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഇതാണ് ചോദിക്കുന്നത്. ഡോക്ടർ ആശയൻ ചോദിക്കുകയാണ്, സദ്ഗുരു, യു സെഡ് അബൌട്ട് ലൈഫ് ആൻഡ് ദാറ്റ് ബ്രിങ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ വാട്ട് ഡോക്ടേഴ്സ് ഹാവ് അബൌട്ട് ലൈഫ്. Now they say we have 1 trillion cells in our body and each of these cells is living by itself, and when you say a patient is no more, it is just that the brain dies after 2 or 3 minutes, but still a large part of his body is alive. So, and these cells, even when after the patient is dead, you take these cells and അത് പറയാൻ സമ്മതിക്കാതെ ഈ സദ്ഗുരു അങ്ങനെ കയറി ഇടപെടും. Those of you are all shaving every day even after you are dead, we still have to shave you, you know this? ആശ്ചര്യം പറയാൻ, ഹെയർ ഗ്രോസ്, മരിച്ചു കഴിഞ്ഞാലും ഹെയർ വളരും. ദാറ്റ്സ് വൈ ഐ എം റെഡി യു നോ എന്നൊക്കെ സദ്ഗുരു. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷൊക്കെ വളരെ ആക്സെൻറ്റഡ്, ഫേക്ക് ആക്സെൻറ്റ് എന്ന് പറയാം, ആണ് വളരെ രസകരമായിട്ട് പറയും. ഒരു ആശ്ചര്യം പറയണത് ചോദ്യം ഇതാണ്, ബട്ട് സോ വാട്ട് ഡൈസ് വെൻ വി ഡൈ? സോ ദാറ്റ് ബ്രിങ്സ് ദ ക്വസ്റ്റ്യൻ, വാട്ട് ലീവ്സ് അസ്? മരണസമയത്ത് നമ്മളെ എന്താണ് നമ്മളിന്ന് വിട്ടുപോകുന്നത്? എന്താണ് മരിക്കുന്നത്? വേർ ഈസ് ദിസ് ലൈഫ് ഇൻ അവർ ബോഡി? Where is this life in our body? Is it in our brain or heart, or what is this life you are talking? Is it in the spine or is it in, where does it reside? ഇങ്ങനെ ഒരു ഫിലോസോഫിക്കൽ ചോദ്യമാണ് ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെയാണ് ഡോക്ടർ ആശയൻ എന്ന് പറയാൻ പറ്റുന്നത്? ഏത് ഹെയർ ഗ്രോസ് ആഫ്റ്റർ ഡെത്ത്? എല്ലാവരും പറയുന്നതാണ്. അങ്ങനെ ഗ്രോ ചെയ്യുന്നില്ല. സോഫ്റ്റ് ടിഷ്യൂവും സ്കിന്നും വിഡ്രോ ചെയ്യുന്നതുകൊണ്ട് ഇത് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ഓപ്റ്റിക്കൽ ഇല്യൂഷനാണ് നമുക്ക് തോന്നുന്നത് എന്നുള്ളത് ബേസിക് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. ഞാൻ വിചാരിക്കുന്നത്, നമ്മൾക്ക് ഭയഭക്തി ബഹുമാനങ്ങളുള്ള ആൾക്കാരോട് ഇടപെടുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് എന്താ പറയുക, ഓവർവെൽബ്ഡായി പോകും. ചിലപ്പോൾ യൂണിവേഴ്സിറ്റി ഓറലൊക്കെ പോകുമ്പോഴുള്ള സംഭവം ഇതാണ്. നമ്മളൊക്കെ പഠിച്ചിട്ടൊക്കെ ഉണ്ടാകും, പക്ഷേ അവിടെ ചെല്ലുമ്പോൾ കംപ്ലീറ്റ് മറന്നിട്ട് ഋഷഭം എന്നുള്ള ഋഷഭായി പോകുന്നില്ല പഴയ സിനിമയിൽ, അതേപോലെ കംപ്ലീറ്റ് മറന്നു പോകും. അങ്ങനെ ഒരു സംഭവമാണ് സംഭവിച്ചതെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ സദ്ഗുരുവിൻ്റെ മറുപടി, ഞാൻ ഇങ്ങനത്തെ മറുപടികളൊക്കെ ഞാനിവിടെ ഓരോ ചാണകമൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. കാരണം അത് എന്താണെന്ന് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ എടുത്ത് കളയപ്പെടേണ്ട സാധനങ്ങളാണെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഓരോ ദിക്കിലും ചാണകവും ചുള്ളിക്കമ്പൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട് വായിക്കുമ്പോൾ. സദ്ഗുരു പറയുന്നതാണ്, വാട്ട് വി ആർ കോളിംഗ് ഇസ് ലൈഫ് ഇസ് ഫിസിക്കലി എ മെക്കാനിസം ഓൺ മെനി ഡിഫറെൻറ്റ് ലെവൽസ്. ദർ ഇസ് ഹാർഡ്വെയർ ആൻഡ് ദർ ഇസ് സോഫ്റ്റ്വെയർ. യു ആർ കോർ ഓഫ് ഹാർഡ്വെയർ bonds. The software is equally important. The software package is actually bigger than the hardware, much bigger, and which is energized by what we are considering as a life force in yoga. In yoga we call this prana. It manifests itself in 5 basic dimensions. 5 basic forms are pranavayu, samanavayu, apanavayu, udanavayu and vyana. These have different functions. ഇതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. 5 പ്രാണൻ ഉണ്ട്, ഇതാണ് ലൈഫ് ഫോഴ്സ്, അതിന് 5 വകഭേദങ്ങളുണ്ട്. വാസ്തവത്തിൽ ഇത് പഴയൊരു ലോകവീക്ഷണമാണ്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾ അഷ്ടാംഗഹൃദയോ ചരകമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇതിലൊക്കെ കാണാം. ഇത് അവരൊക്കെ പറയുന്ന കാര്യമാണ്. പഴയ 5 രീതിയിലുള്ള വായുക്കളാണ് നമ്മളെ എനർജൈസ് ചെയ്യുന്ന വായുക്കളുണ്ട്. ഉദാന, പ്രാണ, സമാന, അപാന, അതിനൊക്കെ ഓരോ സ്ഥാനങ്ങളൊക്കെ നിർണ്ണയിച്ചിട്ടുണ്ട്. ഇത് വാസ്തവത്തിൽ ഇറ്റ്സ് ജസ്റ്റ് ആൻഷ്യൻ ഫിസിയോളജി. പഴയ ആൾക്കാർ ഫിസിയോളജി ഇതാണ് മനസ്സിലാക്കിയിരുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോറി ബേസ്ഡ് ഫിസിയോളജി എന്ന് പറയാം, കഥാധിഷ്ഠിത ഫിസിയോളജി. ഇങ്ങനെയാണ് പുരാതന ഇന്ത്യൻ ചികിത്സകർ, ആയുർവേദ ചികിത്സകർ ശരീര പ്രവർത്തനത്തെ മനസ്സിലാക്കിയിരുന്നത്. നമ്മുടെ പൂർവികർ തന്നെ ഇന്ത്യയിലുണ്ടായിരുന്ന പഴയ ചികിത്സകർ മനസ്സിലാക്കിയ കാര്യമാണ് ഇന്ന് 2018 വളഞ്ഞു തിരിഞ്ഞ് നമ്മുടെ സ്റ്റേജിൽ തന്നെ നമ്മളോട് തന്നെ പറയുന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ അതൊക്കെ ഉണങ്ങി ചുള്ളിക്കമ്പായി ഇതെടുത്തുകൊണ്ട് നമ്മളെ കൂടുകളിൽ കൊണ്ട് നിറയ്ക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ പുരാതന ആയുർവേദ ചികിത്സകർ എങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത്? ദോഷങ്ങൾ, ധാതുക്കൾ, മലങ്ങൾ എന്നിങ്ങനെ 3 വസ്തുക്കളായിട്ട് അവർ ഇങ്ങനെ 3 വസ്തുക്കളെ അവർ സങ്കല്പിച്ചിട്ടുണ്ട്. വായു, പിത്തം, കഫം എന്നിങ്ങനെ 3 ദോഷങ്ങളുണ്ടെന്നായിരുന്നു വിശ്വാസം. അപ്പോൾ ഈ വായു, പിത്ത, കഫം, ദോഷധാതുക്കൾ എന്നൊക്കെ പറയും. ഈ 3 ദോഷത്തിനും ഇതുപോലെ 5 സബ് ഡിവിഷൻസ് ഉണ്ട്. വായുവിന് മാത്രമല്ല. അപ്പോൾ നമ്മൾ പിത്തത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പാചകപിത്തം, രഞ്ജകപിത്തം, സാധകപിത്തം, ആലോചകപിത്തം, ഭ്രാജകപിത്തം, ഇങ്ങനെ 5 തരമുണ്ട് ശുശ്രൂഷ സമയത്ത് പറയും. കഫത്തിൻ്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെ 5 തരമുണ്ട്. ഇതിന് പ്രത്യേകത ഇല്ലാന്നർത്ഥം. ഇത് പഴയ ആൻഷ്യൻ ഫിസിയോളജിയാണ്. ഇതെന്തോ പുതിയൊരു സംഗതിയല്ല. വായുവിനെ പോലെ തന്നെ ഈ വായു, പിത്ത, കഫങ്ങൾ എന്ന് പറയുന്ന പുരാതനമായ സങ്കല്പത്തിന് ഓരോ ഭാഗത്തിനും 5 സബ് ഡിവിഷൻ ഉണ്ട്. ഇതിന് പ്രത്യേകതയൊന്നുമില്ല. അപ്പോൾ കഫത്തിൻ്റെ കാര്യത്തിൽ ഇതുപോലെ ക്ലേദകം, ബോധകം, തർപ്പകം, ശ്ലേഷകം എന്നിങ്ങനെ 5 തരം ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പഴയ ഒരു ലോകബോധത്തിൻ്റെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 3 ദോഷങ്ങൾ എങ്ങനെയാണ് വന്നത്?
ആദ്യകാലത്ത് 3 ഭൂതങ്ങളാണ് വിചാരിച്ചിരുന്നത്. പവന ദഹന തോയങ്ങൾ എന്നാണ്. വായു, അഗ്നി, ജലം, ഇതായിരുന്നു ആദ്യകാലത്തെ ഭൂതങ്ങൾ. അങ്ങനെയാണ് 3 ദോഷങ്ങൾ വന്നത്. പിൽക്കാലത്ത് അതിൻ്റെ കൂടെ ഈ 5 എങ്ങനെയാണെന്ന് വെച്ചാൽ ഭൂമിയും ആകാശവും കൂടി വന്നിട്ടാണ് പഞ്ചഭൂതങ്ങൾ വരുന്നത്. അപ്പോഴും ദോഷങ്ങൾ 3ആയിട്ട് തുടങ്ങുന്ന ചരിത്രപരമായ കാരണങ്ങളാണ് ഇതിനുള്ളൂ. ബേസിക്കലി തുടങ്ങിയത് 3 അടിസ്ഥാനപരമായ 3 കോൺസ്റ്റിറ്റ്യൂൻസ് കൊണ്ടാണ് ലോകം മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത്. പവന ദഹന തോയങ്ങൾ, അതിൽ നിന്നാണ് ഈ 3 ദോഷങ്ങൾ എന്നുള്ള വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു ചരിത്രപരമായ വേരുകൾ ഇതിനുണ്ട്. ഗ്രീസിൽ എന്ത് സംഭവിച്ചു? ഇതെവിടെ നോക്കി കാണാം. ഗ്രീക്കിൽ, പുരാതന ഗ്രീക്ക് വൈദ്യത്തിൽ 4 സാധനങ്ങളേ ഉള്ളൂ. എർത്ത്, എയർ, ഫയർ, വാട്ടർ. അതിനനുസരിച്ച് 4 ദോഷങ്ങളും 4 ഹ്യൂമറുകളും. അങ്ങനെയാണ് ബേസിക്കലി ഗ്രീക്ക് വൈദ്യവും ഇന്ത്യൻ വൈദ്യവും തമ്മിൽ ദോട്ട് ഇസ് ഓൺലി സ്റ്റൈലിസ്റ്റിക് ഡിഫറൻസസ്. ബോത്ത് ആർ ഹ്യൂമറൽ സിസ്റ്റംസ്. ദേ സെയിം ആണ്. 4 എലമെൻസും 4 ദോഷങ്ങളും. ഇവിടെ 5 എലമെൻസും 3 ദോഷങ്ങളും. അത് ആദ്യം 3-ൽ നിന്ന് വന്നതാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വേണം ഇതിനെ മനസ്സിലാക്കാൻ. പുരാതനമായ ഒരു ലോകവീക്ഷണത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള പുരാതനമായൊരു ഫിസിയോളജിയാണ് ഈ സമാനനും ഉദാനനും പിന്നെ മറ്റേ അപാനനും പ്രാണനും ഒക്കെ. അതാണ് ഇവിടെ തിരിഞ്ഞു വരുന്നത്. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇതാണ് അവിടെയും പറഞ്ഞുകൊണ്ടിരുന്നത്. ദോഷസാമ്യം ആരോഗ്യം, ദോഷ വൈഷമ്യം രോഗമെന്ന് വാഗ്ഭടൻ പറയുന്നത് തന്നെയാണ് അവിടെ ഹിപ്പോക്രാറ്റസും പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ ഈ 4 ഹ്യൂമറുകളെ ഇതിനെ ബാലൻസ് ചെയ്യാനുള്ള ശ്രമമാണ്. അപ്പോൾ ഇന്ത്യയിലും യൂറോപ്പിലൊക്കെ ഏതായാലും നമുക്കിപ്പോൾ ശക്തൻ തമ്പുരാൻ്റെ കാലത്തൊക്കെ പറയുകയാണെങ്കിൽ ഇതന്നെ ഉള്ളൂ. ഈ ഒരു ചികിത്സയും ഈ ഒരു രീതിയിൽ തന്നെയുള്ള പഞ്ചകർമ്മ ചികിത്സ, വമന, വിരേചന, വസ്തി, രക്തമോക്ഷം, വസ്ത്യം തന്നെയാണ്. ഈ പഞ്ചകർമ്മ ചികിത്സയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ബ്ലീഡ് ചെയ്യലും പിന്നെ വയറിളക്കലും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അത് ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോർജ് വാഷിങ്ടൺ മരിച്ചു പോകുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ 40% ഓഫ് ഹിസ് ടോട്ടൽ ബ്ലഡ് വോളിയം വാസ് റിമൂവ്ഡ് ഇൻ 12 hours. ബ്ലീഡിംഗ് ആണ് ചികിത്സ, പഞ്ചകർമ്മ ചികിത്സയാണ്. അങ്ങനെയാണ് അദ്ദേഹം മരിച്ചു പോയത്. അപ്പോൾ ഇതൊക്കെ എല്ലാ ദിക്കിലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പുതിയൊരു സംഗതിയല്ല. അവിടുന്ന് ഇതൊക്കെ മാറിയിട്ട് ആണ് ആധുനികമായ വൈദ്യവും ആധുനികമായ ലോകവീക്ഷണമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ കൈകാര്യകർത്താക്കളാണ് നമ്മൾ. നമ്മളോടാണ് വന്നിട്ട് ഈ പഴയ കഥകളൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് നമ്മളെ ഇടയിൽ വന്ന് വീഴുന്ന ഉണക്കച്ചുള്ളിയും കമ്പും കൊള്ളും ഒക്കെ. ഇത് എടുത്തു കളയണം, ഉണക്ക ചാണകം. അപ്പോൾ ഈ കഥാധിഷ്ഠിതമായ ഒരു ചികിത്സയിൽ നിന്ന് ശാസ്ത്രാധിഷ്ഠിതമായ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള മെഡിസിനിലേക്ക് നമ്മൾ പുരോഗമിക്കുന്നത് കഥാധിഷ്ഠിതമായ ലോകവീക്ഷണത്തിൽ നിന്ന് ശാസ്ത്രാധിഷ്ഠിതമായ ലോകവീക്ഷണത്തിലേക്ക്, വേൾഡ് വ്യൂയിലേക്ക് നമ്മൾ പുരോഗമിച്ചതുകൊണ്ടാണ്. ഇന്ന് നമുക്കറിയാം 94 എലമെൻറ്റുകളുണ്ട്. 5 എലമെൻറ്റുകളല്ല, 94 എലമെൻറ്റുകളുണ്ട്. നാച്ചുറലായിട്ടുണ്ട് നമുക്കറിയാം. അവിടുന്ന് 4 ഹ്യൂമറുകളിൽ നിന്ന് നമ്മൾ 4 ഹ്യൂമറോ പിന്നെ 3 ദോഷങ്ങളിൽ നിന്നൊക്കെ നമ്മളിത് മുന്നോട്ട് പോയി. ദോഷങ്ങളുടെ ഇംബാലൻസാണ് രോഗമെന്ന ധാരണയിൽ നമ്മൾ മുന്നോട്ട് പോയി. പുരാതനമായ വൈദ്യം കഥാധിഷ്ഠിതമായിരുന്നു. അന്നത്തെ പുരാതന വൈദ്യം തന്നെ സ്റ്റോറി ബേസ്ഡാണ്. അവരുടെ ഫിസിയോളജി സ്റ്റോറി ബേസ്ഡാണ്. ഇന്നതല്ല. ഇന്ന് ആധുനിക ചികിത്സ എന്ന് പറയുന്നത് സ്റ്റോറി ബേസ്ഡ് അല്ല, സയൻസ് ബേസ്ഡാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യപ്രകൃതിയെക്കുറിച്ചുള്ള അതാണല്ലോ ചോദ്യം. എന്താണ് ജീവിതം, എന്താണ് ലൈഫ് എന്ന് പറയുന്ന ചോദ്യം. മനുഷ്യൻ്റെ നേച്ചറിനെ കുറിച്ചിട്ടുള്ള, മനുഷ്യപ്രകൃതിയെക്കുറിച്ചുള്ള ഓൺ ദ നേച്ചർ ഓഫ് പേഴ്സൺസ്, അതും ആ കാലത്ത് എന്തായിരുന്നു? കഥാധിഷ്ഠിതമായിരുന്നു. നമ്മൾ അത് മാറ്റേണ്ടതുണ്ട്. എന്താണ് മനുഷ്യൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസ്, എങ്ങനെയാണ് മനുഷ്യൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടത് എന്നുള്ളതിൻ്റെ ധാരണ നമ്മൾ എന്താക്കേണ്ടതുണ്ട്? സയൻസ് ബേസ്ഡ് ആക്കേണ്ടതുണ്ട്. ആധുനിക വൈദ്യം പ്രാക്ടീസ് ചെയ്യുന്ന നിലയിൽ മനുഷ്യപ്രകൃതിയെക്കുറിച്ചുള്ള ഓൺ ദ നേച്ചർ ഓഫ് പേഴ്സൺസ് അതും കൂടി നമ്മൾ ആധുനികമാക്കി തീർക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ആ ആൻസറിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ് പറയുന്നത്. പ്രാണ എന്താണെന്ന് പറയുന്നത്? പ്രാണ ഈസ് റിലേറ്റഡ് ടു ബ്രത്ത്, റെസ്പിറേറ്ററി ആക്ഷൻ ആൻഡ് തോട്ട് പ്രോസസ്. ഇഫ് ദ പ്രാണവായു ഡെപ്ലീറ്റ്സ്, ഇതൊക്കെ ഇന്ത്യൻ ഓർത്തോപെഡിക് അസോസിയേഷൻ്റെ ആനുവൽ കോൺഫറൻസിൽ 5000 ഓർത്തോപെഡിക് സയൻസ് ഇത് കേൾക്കുന്ന മഹത്തായ പേൾസ് ഓഫ് വിസ്ഡമാണ്. നിങ്ങൾ ആലോചിക്കണം കേട്ടോ. അത് ഗംഭീരമായ ഇംഗ്ലീഷിൽ പറയാണ്. പ്രാണ ഈസ് റിലേറ്റഡ് ടു ബ്രത്ത്, റെസ്പിറേറ്ററി ആക്ഷൻ ആൻഡ് തോട്ട് പ്രോസസ്. If the pranavayu depletes, your respiratory action will go away. So immediately doctor checks and says he is dead. അങ്ങനെയാണോ നമ്മൾ ചെയ്യുക? They'll try to pump their chest. If he doesn't come back, he is dead. Respiration and your pulmonary action are very directly connected. എന്ത് തേങ്ങയാണോ? Once the respiration stops, thought process will naturally come to an end. So pranavayu is gone. ഇതേ ഈ പറയുന്നത് ട്രൈ ടു പമ്പ് ദർ ചെസ്റ്റ് എന്ന് ഡിസ്മിസീവായി പറയുന്നത് വാസ്തവത്തിൽ CPR കൊടുക്കുന്നതിനെ കുറിച്ചാണ്. കാർഡിയോ പൾമണറി റിസിറ്റേഷൻ ഉദ്ദേശം പ്രാണനെ തിരിച്ചുകൊണ്ടിരുന്നല്ല. ഇറ്റ് ഇസ് ടു ബൈ ടൈം. ഇത് ഡേവിഡ്സണിലുള്ളതാണ്. ഇറ്റ് ഇസ് ടു ബൈ ടൈം എന്നുള്ളതാണ് നമുക്കറിയാം. അതല്ലാതെ ഓക്സിജനേറ്റഡ് ബ്ലഡ്
ബ്രെയിനിൽ എത്തിക്കുക, 2-3 മിനിറ്റെങ്കിലും ഓക്സിജനേറ്റഡ് ബ്ലഡ് ഈ ബ്രെയിൻ സ്റ്റെമ്മിൽ എത്തിക്കുക, ആ ബ്രെയിൻ സ്റ്റെം ഡെത്ത് ഒഴിവാക്കുക എന്നുള്ള ഏതാനും മിനിറ്റുകളുടെ ആ വിൻഡോവിനെ മാക്സിമമായി ഉപയോഗിക്കാനുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത്. പ്രാണൻ ഈസ് നൺ ഓഫ് അവർ കൺസിഡറേഷൻസ്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് ദേ ജസ്റ്റ് പമ്പ് ദർ ചെസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഡിസ്മിസീവായി ഇതല്ല താനും ഈ ട്രൈ ടു പമ്പ് ദർ ചെസ്റ്റ് എന്നുള്ള ലളിതമായ സംഗതി അല്ല നമ്മൾ ചെയ്യുന്നത്. പിന്നെ പറഞ്ഞതാണ് അത് പ്രാണവായുവിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ സമാനൻ രണ്ടാമത്തേത്. ഇഫ് സമാനവായു ഗോസ് ദിസ് ഈസ് ഇൻ ചാർജ് ഓഫ് ജനറേറ്റിംഗ് ഹീറ്റ് ഇൻ ദ സിസ്റ്റം. ഇതെങ്ങനെയാ വെച്ചാൽ പുരാതനമായിട്ടുള്ളൊരു ആനിമിസ്റ്റിക് ധാരണ എന്ന് പറയാം നമുക്കിതിനെ. ഇതൊക്കെ ഏജൻറ്റുകളാണ്. ശരീരത്തിൽ ചൂടുണ്ടാകുന്നതിൻ്റെ ഒരു ഏജൻ്റ് ഉണ്ട്. ആ ഏജൻ്റ് ആരാണ്? അത് സമാനൻ എന്നൊരു ഏജൻ്റാണ്. ഈ ഏജൻ്റാണ് നമ്മുടെ ശരീരത്തിൽ ചൂടുണ്ടാക്കുന്നത്. സമാനൻ വിട്ടുപോയാൽ നമ്മുടെ ശരീരത്തിൽ ചൂട് കുറഞ്ഞു, നമ്മുടെ ശരീരം സ്റ്റിഫായി. ഇതാണ് പഴയ കഥ. ഇതാണ് ഇത് ആവർത്തിക്കുന്നത്. സോ വൺ സമാന വായു സ്റ്റാർട്ട്സ് റിസീഡിങ്, ദ ബോഡി സ്റ്റാർട്ട്സ് ഗെറ്റിംഗ് കോൾഡ് ആൻഡ് ഇറ്റ് ഓൾസോ സ്റ്റാർട്ട്സ് ബിക്കമിങ് സ്റ്റിഫ്. ഇതാണ് പറയുന്നത്. എസെൻഷ്യലി ബേസിക് ആയിട്ടുള്ള കംപ്ലീറ്റ് എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി ആണ്. അപ്പോൾ എന്താണ് ആൽഗർ മോർട്ടിസിന്റെ കാരണം? ആഫ്റ്റർ ഡെത്ത് ഇൻഡിവിജ്വൽസ് നോ ലോങ്ങർ പ്രൊഡ്യൂസ് ബോഡി ഹീറ്റ്. ഒരു ചെറിയ ഹോമിയോസ്റ്റാറ്റിസ് ടെമ്പറേച്ചർ കൺട്രോളിനുള്ള ഒരു വലിയ ഹോമിയോസ്റ്റാറ്റിക് മെക്കാനിസം ഉണ്ട്. ഹൈപ്പോതലാമസ് കൺട്രോൾ ചെയ്യുന്നത്, തൈറോയിഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, മസിൽസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ഹാർട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഫിസിയോളജി പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. ഈ ഹോമിയോസ്റ്റാറ്റിക് കൺട്രോൾ അണ്ടർ മെയിൻലി ഹൈപ്പോതലാമിക് കൺട്രോൾ ഇത് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ബോഡി ബാക്കിയുള്ള അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലേക്ക് പോകുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്ത് ഈ നമ്മുടെ 37.5 നിർത്തുക എന്നുള്ളതാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ വി ഹാവ് ബെറ്റർ എക്സ്പ്ലനേഷൻസ്. ദിസ് ഈസ് ബെസ്റ്റ് എക്സ്പ്ലെയിൻഡ് ബൈ സയൻസ്. ഈ ബെസ്റ്റ് എക്സ്പ്ലെയിൻഡ് എന്നുള്ള ഞാൻ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തൊരു എക്സ്പ്ലനേഷനായിട്ട് കേട്ടത് നമ്മൾ. മഹാനായ എൻ്റെ ഹീറോ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഉത്തരമാണിത്. എന്താ ഉത്തരം പറഞ്ഞത്? ശരീരം തണുത്തു പോകുന്നത് അവിടുന്ന് ഈ സമാനൻ എന്ന് പറഞ്ഞ സമാന വായു പോകുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ചൂട് കുറയുന്നത്. അതുപോലെ സ്റ്റിഫായി പോകുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് നോ ATP. സോ ആക്ടിൻ ആൻഡ് മയോസിൻ ഗെറ്റ്സ് ലിങ്ക്ഡ്. അത് വിടുക. ATP ഇല്ലെങ്കിൽ അത് പിന്നെ കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല, അതങ്ങനെ പിടിച്ചു പോകുന്നു. ആക്ടിൻ ആൻഡ് മയോസിൻ ഫിലമെന്റ്സ് കനോട്ട് സ്ലൈഡ് അവേ. അതാണ് റൈഗർ മോർട്ടിസിൻ്റെ കാരണം. സിമ്പിൾ ബേസിക് ഫിസിയോളജി ആൻഡ് ഫോറൻസിക് മെഡിസിൻ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. വൺസ് അപാനവായു, അപ്പോൾ അത് കഴിഞ്ഞു. അതാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സമാനൻ്റെ കാര്യം. അപാനൻ എന്ന് പറഞ്ഞാൽ അതേ അടുത്ത് പറയണം. അപാനൻ 5 തരം വായു എന്ന് പറഞ്ഞു. അപാനൻ. Once apana vayu starts receding in a major way, then the sensory aspect of it we must understand is you may check somebody's breath and declare them dead. അങ്ങനെ ആരെങ്കിലും ചെയ്യോ? ആരെങ്കിലും ബ്രത്ത് നോക്കിയിട്ട് ഡിക്ലെയർ ചെയ്യോ ഡെഡ്? ആലോചിക്കൂ നിങ്ങൾ. 5000 ഓർത്തോപീഡിക് സയൻസിൻ്റെ മുന്നിൽ കേൾക്കുന്ന പേൾസ് ഓഫ് വിസ്ഡമാണ്. ഇതൊക്കെ നമ്മൾ കേട്ട് കൈയടിച്ചു പോരുക. വി ഷുഡ് ബി വെരി കെയർഫുൾ whom we are inviting. You may check somebody's breath and declare them dead, but they can still feel sensations. There have been many number of cases where people get terrified because of dead body moves a little bit. This has happened again and again, many times, that when he has been medically declared dead, there are twitchings in the body. Medically declared ആയ ബോഡികളിൽ ട്വിച്ചിങ്സ് ഉണ്ടാവുന്നതിൻ്റെ കാരണം body that happened in a very mild way because the sensory activity is still on. Still life is not fully convinced. ഇതൊരു ഏജൻ്റാണ് വിചാരിക്കുന്നത്. ലൈഫ് എന്ന ഏജൻറ്റ് ഇറ്റ് ഇസ് സ്റ്റിൽ നോട്ട് കൺവിൻസ്ഡ് ദാറ്റ് ഇറ്റ് ഇസ് ഫിനിഷ്ഡ്. ഇറ്റ് ഇസ് സ്റ്റിൽ മേക്കിംഗ് ആൻ എഫേർട്ട് ഓഫ് ഇറ്റ്സ് ഓൺ. ഇതൊക്കെ ഒരു അഭൗതികമായ ഒരു സൂപ്പർ നാച്ചുറലായ ഒരു ഏജൻറ്റിനെ, അഭൗതിക ഏജൻറ്റിനെ സങ്കല്പിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇങ്ങനൊരു ഏജൻറ്റും ഇല്ല. നമ്മളാരും തന്നെ ഇതെൻ്റെ പഴയ ഓൾഡ് ഹച്ചിസൺ മെത്തേഡാണ്. 1980-ലുള്ള ഹച്ചിസൺ, 80-ലല്ല 80s-ലുള്ള ഹച്ചിസൺ, അന്നത്തെ ഹച്ചിസൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ എന്തായാലും ഒന്ന് ഫോട്ടോ എടുത്താണ്. എന്താണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ കൺഫർമേഷൻ ഓഫ് ബ്രെയിൻ ഡെത്ത്, ഇതൊക്കെ നമ്മൾ ആ കാലത്ത് പഠിച്ചിട്ട കാര്യങ്ങളാണ്. ആരും തന്നെ റെസ്പിറേഷൻ ഇല്ലയെന്നും പറഞ്ഞ് ഡിക്ലെയർ ചെയ്യില്ല. അതേ ഇതിൽ തന്നെ അതോട്ട് പോയാൽ അതേ നെക്സ്റ്റ് പേജിൽ ഹച്ചിസണിൽ പറയുന്നതാണ് integrity of spinal reflexes. It is well established that spinal cord function can persist after insults that irretrievably destroyed brainstem function. ക്ലിനിക്കൽ ഡെത്ത് ആയാലും നമ്മുടെ ഒരുപാട് ടിഷ്യൂസ് ബാക്കിയുണ്ടല്ലോ. അപ്പോൾ സ്പൈനൽ കോഡ് അവിടെ ഫങ്ഷനിങ് ആണ്. അപ്പോൾ എന്തുണ്ടാവാം? സ്പൈനൽ കോഡ് ഫങ്ഷൻ പെർസിസ്റ്റ് ചെയ്യാം. There have been any number of cases where people get terrified because of dead body moves a little bit. അങ്ങനെ ടെറിഫൈ ചെയ്യേണ്ട ഒരു കാര്യമില്ല, അങ്ങനെ സംഭവിക്കാം. അതിന് ലാസാറസ് സൈൻ എന്ന് പറയുന്നുണ്ട്. Spinal motor reflexes may occur during terminal apnea. They include arching of the back, neck turning, stiffening of the legs and upper extremity flexion, the so-called Lazarus sign. ഇങ്ങനെ വരാം സ്പൈനൽ കോഡ് ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഫാമിലി മെമ്പേഴ്സ് ഹു വിഷ് ടു ബി പ്രസന്റ് വെൻ വെന്റിലേറ്റർ ഇസ് ഷട്ട് ഓഫ് നീഡ് ടു ബി വാണ്ട് ഓഫ് സച്ച് റിഫ്ലക്സ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്കറിയാത്തതല്ല. വി ഹാവ് ബെസ്റ്റ് എക്സ്പ്ലനേഷൻ. അവിടെ ഈ ഒരു വായു അങ്ങോട്ട് പോകുന്നതുകൊണ്ടല്ല. വി നോ വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്. സയൻസ് ഹാസ് ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ. അടുത്ത ഉദാഹരണമാണ്. ഉദാഹരണ വായു പോകുമ്പോൾ എന്താ സംഭവിക്കുക? then the buoyancy is gone.
When I say buoyancy, see, you may weigh 50 or 55 kilograms. Whatever is your weight, you don't feel 50 kilograms on you. The pearls of wisdom ആണ്. Isn't it is there. If you stand on the scale, it is there. But when you walk, it is not there, simply because this udana creates a buoyancy. It makes you less available to gravity. ഉദാനമായി ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്ത് ഭാരം തോന്നാത്തത്. 50 കിലോ 55 കിലോ ഉണ്ടെങ്കിൽ ആ ഭാരം നമുക്ക് തോന്നാത്തത് ഉദാനമായി ഉള്ളതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. അത് ബോയൻസി ക്രിയേറ്റ് ചെയ്യുന്നു. വാസ്തവത്തിൽ ഇതാണ് പറ്റിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊന്നും പറയരുതെന്ന്. കാരണം ഈ ഒരു നമ്പറിന് നിൽക്കുന്ന ഓരോ നിമിഷത്തിലും നമ്മുടെ കഴുത്ത് മുതൽ കാൽവണ്ണ വരെയുള്ള വിവിധങ്ങളായ ആൻറ്റി ഗ്രാവിറ്റി മസിലുകൾ അധ്വാനിച്ചുകൊണ്ടാണ് ഇതിനെ നിലനിർത്തുന്നത്. ഇവരോട് ചെയ്യുന്ന അന്തികേടല്ലേ ഇത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഈ ലൈൻ ഓഫ് ഗ്രാവിറ്റി അവിടെ കാണിച്ചിരുന്നത്. ലൈൻ ഓഫ് ഗ്രാവിറ്റിനെ വെർട്ടിക്കലായി നിലനിർത്തുന്നത് കൊണ്ടാണ്. അപ്പോഴാണ് നമ്മുടെ ഭൂഗുരുത്വ കേന്ദ്രം ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി S2 വെർട്ടിബ്രയുടെ ഫ്രണ്ടിലാണ് സാധാരണ ഇങ്ങനെ നിൽക്കുമുണ്ടാവുക. അത് ഭൂഗുരുത്വ കേന്ദ്രം ആധാരത്തിനകത്ത് നിൽക്കുക എന്നാണ് 8ാം ക്ലാസ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇറ്റ് ഷുഡ് ബി ഇൻ ദ ബേസ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ആ ബേസിൽ നിന്ന് മാറിപ്പോയാൽ നമ്മൾ വീഴുന്നത്. സയൻസ് ഇസ് ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ. ദാറ്റ് ഈസ് വൈ യു ഡോണ്ട് ഫാൾ, ദാറ്റ് ഈസ് വൈ യു ഡോണ്ട് ഫീൽ ദാറ്റ്. കാരണം ഈ ആൻറ്റി ഗ്രാവിറ്റി മസിലുകൾ നിലനിർത്തുന്നതുകൊണ്ടാണ് നമ്മൾ നിന്ന് പോകുന്നത്. നോട്ട് ബിക്കോസ് വി ആർ ബോയൻറ്റ്, നോട്ട് ബിക്കോസ് ദർ ഇസ് എ സൂപ്പർ നാച്ചുറൽ ഏജന്റ് കോൾഡ് Udanan which keeps you buoyant. Absolutely no. That is because all these anti-gravity muscles are functioning throughout the period when you are awake. അതുകൊണ്ടാണ് നേരെ നിൽക്കുന്നത്. ആൻറ്റി-ഗ്രാവിറ്റി മസിൽ വർക്ക് ചെയ്തില്ല ഞാൻ അപ്പോൾ താഴെ വീഴും ഇവിടെ. അപ്പോൾ this Udana creates a buoyancy which makes you less available to gravity. There are yogic practices to activate this. അതിൻ്റെ ഇടയിലുള്ള കച്ചവടം, ഇതിനൊക്കെ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ പോകുന്നുണ്ട്. പല യോഗിക് പ്രാക്ടീസസ് ഉണ്ട്. There is a whole school of Udan in China where you might have seen these movies, Hollywood movies. What is that? Crouching Tiger or something. What? Yes. So this is Udan. This is Udan schools where they have mastered that. They have a transcribe ചെയ്തേക്കട്ടോ പ്രസംഗം. Mastery of Udana, where they can float around a little bit. Well, a little exaggerated in the movies, but becomes lighter, more buoyant body. For a martial arts fighter to be buoyant is important. There have been many cases where certain ballet dancers and martial art experts have shown what is physically not possible. What is physically not possible. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരുണ്ട്. അത് തെറ്റാ. They have done by leaping up to heights which all physicists believe is simply impossible. ഇതൊക്കെ തെറ്റാ. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ആരും വിശ്വസിക്കുന്നുമില്ല. But they have gone beyond that level simply by creating more buoyancy. ഈ ഉദാനൻ എന്ന് പറയുന്ന ഈ സൂപ്പർ നാച്ചുറൽ ഏജന്റിനെ ഏതാണ്ട് കുട്ടിച്ചാത്തൻ്റെ സേവ പോലെ നമ്മൾ അങ്ങനെയല്ലേ, കുട്ടിച്ചാത്തൻ്റെ സേവ കൂടി കഴിഞ്ഞാൽ നമുക്ക് പല അത്ഭുതങ്ങളും ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ചില മൂർത്തികളൊക്കെ തന്നെ പാട്ടിലായി കഴിഞ്ഞാൽ നമുക്ക് പല അത്ഭുത സിദ്ധികളും ചെയ്യാന്ന് പറയുന്നുണ്ട്. അതുപോലത്തെ ഒരു കാര്യമാണ് ഈ ഉദാനൻ എന്ന് പറഞ്ഞ ഈ സൂപ്പർ നാച്ചുറൽ ഏജന്റിനെ നിങ്ങൾ സ്വാധീനത്തിലാക്കിയാൽ നിങ്ങൾക്ക് വളരെയധികം ഉയരത്തിലൊക്കെ ചാടാൻ പറ്റും. അതാണ് ബാലെ ഡാൻസേഴ്സും സർക്കസുകാരും ചെയ്യുന്നതാണ് അദ്ദേഹം പറയുന്നത്. So Udana is in charge of buoyancy. അതൊരു സൂപ്പർ നാച്ചുറൽ ഏജന്റ് വിച്ച് ഇസ് ഇൻ ചാർജ് ഓഫ് അവർ buoyancy എന്നാണ് പറയുന്നത്. ഇവിടെയും ഇത് ഇവർ മാത്രം പറയുന്നതല്ല. യോഗിക് ഫ്ലൈയിങ് എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാടുണ്ട്. നേരത്തെ മഹേഷ് യോഗി, ഞാനൊക്കെ ഇതിൻ്റെ പിന്നാലെ പ്രാന്ത് പിടിച്ചു പോയ ഒരു കാലം ഉണ്ടായിരുന്നു. 1970-കളിലൊക്കെ ഒരു ഏർലി എൻ്റെ യൗവനകാലത്ത് ഈ മഹേഷ് യോഗിയുടെ മെഡിറ്റേഷൻസ് ക്ലാസ്സിനൊക്കെ പോകുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അവരന്ന് ചിലവാക്കിയിരുന്ന സ്ഥലം TM സിദ്ധി, ട്രാൻസെൻഡൽ മെഡിറ്റേഷൻ സിദ്ധി, യോഗിക് ഫ്ലൈയിങ്. അത് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പറയും. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാനിതിൽ എടുത്തു വെച്ചിട്ടുണ്ട്, കാണിക്കാൻ സമയമില്ല, ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ യോഗിക് ഫ്ലൈയിങ് നിങ്ങൾക്ക് കാണാം. ഇവിടെ താഴെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫോം മാറ്റർ ഉണ്ട്. ഈ മാറ്റില്ലാതെ ഒരു പരിപാടിയും നടക്കില്ല കേട്ടോ. എല്ലാ യോഗിക് ഫ്ലൈയിങ്ങിൻ്റെ ഇടയിൽ മാറ്റിൽ കിടന്നിട്ട് ഇങ്ങനെ നമ്മുടെ ബട്ടക്സ് ഇട്ട് ചവിട്ടി പൊങ്ങുന്നതാണ് പരിപാടി ബേസിക്കലി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രചരിപ്പിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. മഹേഷ് യോഗിയായിരുന്നു എൻ്റെ ഒരു പ്രചാരകൻ. അദ്ദേഹം 2008 മരിച്ചുപോയി. ഇപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര പോപ്പുലർ അല്ല. അവർ വെബ്സൈറ്റുകളൊക്കെ ഇപ്പോഴും ഉണ്ട്, യോഗിക് ഫ്ലൈയിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ വലിയ കാര്യങ്ങളൊക്കെ കാണാം. TM സിദ്ധി എന്ന പേരിൽ അത് വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടിരുന്നു നേരത്തുള്ളൊരു കാലത്ത്. 80s-ലൊക്കെ 70s-ലെ 80s-ലൊക്കെ വലിയതായിട്ട് മാർക്കറ്റ് ചെയ്ത്. ഇപ്പോൾ തന്നെ നന്നായി ശ്വാസം വലിക്കാൻ പഠിപ്പിക്കാം, അഡ്വാൻസ്ഡ് കോഴ്സ്, ഏർലി കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പൈസ നടന്നിട്ടുള്ള പരിപാടികൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ടല്ലോ. അതുപോലെ പരിപാടിയാണ് TM സിദ്ധി. പറക്കാൻ പഠിപ്പിക്കാനാണ് യോഗിക് ഫ്ലൈ. ഇതേ അഭ്യാസങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല, കാരണം അത് വേറൊരു കമ്പനി ആയതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായിരുന്നാലും അതിന് ഫീസ് എന്ന് പറഞ്ഞാൽ ഇത് ബ്രിട്ടനിൽ ഉള്ളൊരു എൻ്റെ PDF ഓൺലൈൻ കണ്ടതാണ്. കോഴ്സ് ഫീ 1920 പൗണ്ടാണ്. വളരെ കറക്റ്റാണ്, 1920 പൗണ്ടാണ് ഈ പഠിപ്പിക്കാൻ, യോഗിക് ഫ്ലൈയിങ് പഠിപ്പിക്കാൻ. കപ്പിൾസിന് 2095, ചെറിയൊരു റിഡക്ഷനൊക്കെ ഉണ്ട്. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ബൗൺസിങ് ഓൺ യുവർ ബട്ടക്സ് ബേസിക്കലി കേട്ടോ. അതാണ് ഈ പരിപാടി. വീഡിയോ കാണിക്കാൻ തൽക്കാലം നിവൃത്തിയില്ല, പോട്ടെ.
അത് പണ്ട് പഴയ നമ്മുടെ പിന്നെ ബേലിയൻ ലവിൻ്റെ ഷോർട്ട് പ്രാക്ടീസ് ഓഫ് സർജറിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാചകമുണ്ട്. അത് ചെറിയ നല്ല രസകര ഷോർട്ട്, ഇപ്പോഴത്തെ ബെയിലി ലവ് ഇല്ല, നമ്മുടെ കാലത്തെ ബേലിയൻ ലവിൽ ചെറിയ നല്ല ഭംഗിയായ ഷോർട്ട് നോട്ട്സ് ഉണ്ടാവും. അതിലൊരു ഇതായിരുന്നു, ദ ആർമി ഓഫ് സപ്പോർട്ടേഴ്സ് ഓഫ് കൺജനിറ്റൽ തിയറി ഓഫ് ഒറിജിൻ ഓഫ് പൈലോണിഡൽ സൈനസ് ഹസ് ബിക്കം റെഡ്യൂസ് ടു എ കോർപ്പോറൽസ് ഗാർഡ് എന്ന്. ഭയങ്കര രസകരമായിട്ടുള്ളൊരു പ്രസ്താവനയുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ ഈ യോഗിക് ഫ്ലൈയിങ്ങിൻ്റെ അതിൻ്റെ വോട്ടറീസ് ഹവ് നൗ ബിക്കം റെഡ്യൂസ് ടു എ കോർപ്പോറൽസ് ഗാർഡ്. ഓക്കെ, റൈറ്റ്, അതുപോട്ടെ. അപ്പോൾ ഇതാണ് ക്രൗച്ചിങ് ടൈഗർ ഹിഡൻ ഡ്രാഗൺ മൂവിയിലെ ഒരു സ്റ്റിൽ കണ്ടില്ലേ. അതുപോലെ തന്നെ ഇത് ബാല്യനർത്തകർ കാണിക്കുന്ന ഇതുപോലത്തെ അഭ്യാസങ്ങൾ കാണിക്കാം. ഇതൊന്നും പക്ഷേ ഫിസിക്സിനെ വെല്ലുവിളിച്ചുകൊണ്ടോ ഗ്രാവിറ്റി അതിലംഘിച്ചുകൊണ്ടോ അല്ല, കൃത്യമായും ഫിസിക്സിൻ്റെ നിയമങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ്. ഒരു ഫിസിസ്റ്റും ഇത് ഇമ്പോസിബിൾ ആണെന്നൊന്നും പറയില്ല. ഇതൊക്കെ തന്നെ ഈ ലൈൻ ഓഫ് ഗ്രാവിറ്റി, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഒക്കെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ഇലിനോയിലെ ഒരു ഫിസിക്സ് പ്രൊഫസറായ ജോർജ് ഗോളിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഫിസിക്സ് ഓഫ് ഡാൻസ് എന്നൊരു വെബ് പേജ് ഉണ്ട്. വളരെ വിശദമായിട്ട് ചിത്രങ്ങളും ഫോർമുലകളുമായി ഈ ചാത്തൻ സേവയുടെ യഥാർത്ഥ ശാസ്ത്രം, ഈ ചാത്തൻ സേവ ഇത് എങ്ങനെയാണ് ഇത് നടക്കുന്നത് അദ്ദേഹം അവർ പറയുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പോയാൽ നോക്കുക കാണാം. യഥാർത്ഥത്തിൽ ഡാൻസർ ചെയ്യുന്നത് ജമ്പിങ് ആണ്. പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഇസ് എ പാരബോള. നമ്മളൊക്കെ ഫസ്റ്റ് ഇയറിൽ ഡിഗ്രി PDCക്ക് പഠിക്കുന്ന ഈ പാരബോളയിലാണ് പോകുന്നത്. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നോക്കുകയാണെങ്കിൽ ഈ ഡാൻസർ പോകുന്നത് വാസ്തവത്തിൽ ഒരു പാരബോളിക് പാത്തിലൂടെ തന്നെയാണ് പോകുന്നത്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. പക്ഷേ ഇയാൾ എന്താ ചെയ്യുന്നത്, ഹി റെഡ്യൂസസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് ദിസ് ഹെഡ്, ഈ കൈയും കാര്യങ്ങളും വരുത്തിയിട്ട്. സോ വി ഹാവ് എൻ ഇല്യൂഷൻ, ഇറ്റ്സ് വെരി ഇല്യൂഷൻ ഓഫ് ഫ്ലോട്ടിങ്. അത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ വി ഹാവ് ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ, സയൻസ് ഹാസ് ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ. ഇത് ഉദാഹരണനെ സ്വാധീനിച്ചുകൊണ്ടുള്ള യോഗിക് പ്രാക്ടീസ് കൊണ്ട് ചെയ്യുന്ന ഒരു അഭ്യാസമൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു സിദ്ധിയൊന്നുമല്ല. ഇറ്റ് ഇസ് ജസ്റ്റ് ബേസിക് ഫിസിക്സ്. അപ്പോൾ ആ വാചകം കൂടെ പറഞ്ഞേക്കാം, സയൻസ് ഇസ് ദ ഓൺലി വേ ഓഫ് നോയിങ്, എവറിതിങ് എൽസ് ഇസ് ജസ്റ്റ് സൂപ്പർസ്റ്റിഷൻ. റോബർട്ട് എൽ പാർക്ക് എന്നൊരു ഫിസിസ്റ്റ് പറഞ്ഞാണ്. ഇദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞതാണ്, വൺസ് ഉഡാന സ്റ്റാർട്ട്സ് റിസീഡിങ് സഡൻലി ബോഡി ബിക്കംസ് ഹെവിയർ, ഓൾവേസ് ഇറ്റ് വാസ് ദ സെയിം വെയിറ്റ്. അത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. ഈ മരിച്ചു കഴിഞ്ഞാൽ ബോഡി വളരെ പെട്ടെന്ന് ഭാരം കൂടും, എടുത്തു നടക്കാൻ വളരെ പാടാവുന്നു. ബിക്കോസ് ഉദാന ഇസ് ഗോൺ. വിസയായിട്ടും പോകാൻ സമയമല്ല നമുക്ക്. ഇതെന്താണ് ബേസിക്കലി സംഭവിക്കുന്നത്, വെയിറ്റ് ഒന്നും കൂടില്ല. ഉദാന പോയതുകൊണ്ട് ആളുടെ ഭാരം കൂടുമോ, അത് വനൊന്നുമില്ല. അപ്പോൾ ഇത് സംഭവിക്കുന്നത് ബേസിക്കലി എന്താണ്, ലൈവായിട്ടുള്ള ഒരാൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ അയാൾക്ക് വേണമെങ്കിൽ തോളത്തൂടെ കൈയിടാം, നമ്മുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കാം, നമ്മുടെ ലൈൻ ഓഫ് ഗ്രാവിറ്റി, നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയോട് ചേർന്ന് നിൽക്കാൻ പറ്റും. അപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നത് എളുപ്പമാണ്. ഒരു മരിച്ച ആളെ കൊണ്ടുപോകുന്നത് അങ്ങനെയല്ല, വിഷമ. മരിച്ച ആളെ കൊണ്ടുപോകുമ്പോൾ ഒരു വെയിറ്റ് എടുത്തുകൊണ്ട് പോകുന്ന പോലെയല്ല. കാരണം എന്താണ്, ഈ ഓരോ ജോയിൻറ്റ് ഇങ്ങനെ ഫ്ലോപ്പിയാണ്. അപ്പോൾ ഇതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കീപ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വിത്തിൻ ദ ബേസ്. അതുകൊണ്ടാണ് ഈ നടക്കുമ്പോൾ ഈ കാല്, ഈ ചിത്രത്തിലേക്ക് കാണാം, കാല് വളരെ അകറ്റി വെച്ചുകൊണ്ടാണ് ഒരു ഡെഡ് ബോഡീനെ എടുത്തുകൊണ്ട് പോകുന്നത്. ഇതാണ് എൻ്റെ കാര്യം. സയൻസ് ഈസ് ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ. അടുത്തത് വ്യാനനാണ്. വ്യാനൻ്റെ കാര്യം എന്താണ്, ദ ഫോർത്ത് ഡയമെൻഷൻ ഇസ് കോൾഡ് വ്യാന. ദിസ് ഈസ് പ്രിസർവേറ്റീവ് ഇൻ നേച്ചർ. ഇഫ് വ്യാന റിസീഡ്സ്, ഈവൻ വെൻ യു ആർ അലൈവ്, ബോഡി വിൽ ബിഗിൻ ടു റോട്ട്. ദർ ആർ സർട്ടൻ ടൈപ്സ് ഓഫ് സ്നേക്ക് വെനംസ് വിച്ച് ക്യാൻ ഡു ദിസ്. പേൾസ് ഓഫ് വിസ്ഡം ഇൻസ്പയർ ഇൻ ഫ്രണ്ട് ഓഫ് എന്താണ് delivered to 5,000 orthopedic surgeons. If Viana recedes, even when you are alive, body will begin to rot. There are certain types of snake venoms which can do this. If they bite you, you will not die, but literally parts of the body will start falling apart. Simply because Viana will recede and it will start falling apart. So once Viana recedes, the rotting process will begin. നമ്മൾ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ. നമ്മളെല്ലാം CBC വേറെ ഗൈഡിലാണ് ഞങ്ങൾ മെഡിസിനൊക്കെ ചെയ്യുന്ന ഹൗസ് സയൻസ്. ഒരുപാട് പാമ്പ് കടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എത്രയോ കേസുകൾ കാണുന്നുണ്ട്. This is simply because the Viana resides in our, but we have the best explanation. Science has the best explanation. That is because the snake venoms ഒരു സൈറ്റോടോക്സിക് വെനം ആയതുകൊണ്ടാണ്. വ്യാനവായു അല്ല കാര്യം, സൈറ്റോടോക്സിനുകളാണ്. They have hydrolytic enzymes like venom metalloproteinases, phospholipases, 3 finger toxins എന്ന് പറയുന്നത്. അങ്ങനെ 3FTXs എന്ന് പറഞ്ഞത് 3 finger toxins. ഇതുപോലെ ടോക്സിനുകളാണ് ഇത് ഉണ്ടാക്കുന്നത്, നമുക്കെന്നറിയാം. We have the best explanation. Science have the best explanation. സമയമില്ല, അതുകൊണ്ട് ഓടിച്ചു വിടട്ടോ. അപ്പോൾ 14 ദിവസം ആവും വ്യാനൻ പോവാൻ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കുഴിച്ചിടാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ശവശരീരങ്ങൾ മറവ് ചെയ്യരുത്. കുഴിച്ചിട്ടാൽ ഈ വ്യാനൻ അവിടെ തന്നെ 14 ദിവസം ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കും. അതുകൊണ്ട് ദഹിപ്പിച്ച് കളയണം. ഇറ്റ്സ് ഓൺലി ജസ്റ്റ് റിലീജിയസ് ഡ്യൂട്ടീസ്. ബട്ട് വാട്ട് ഈസ് ദിസ് പേൾസ് ഓഫ് വിസ്ഡം ഡെലിവേർഡ് ടു 5,000 orthopedic surgeons. ഡെത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നതാണ്. തുടർച്ചയായിട്ട് ഇങ്ങനെ പോവാണ്. So when you declare them dead, for you they are dead. As far as that person is concerned, in a way, all ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാർട്ട്. ഞാൻ maybe I may take just 5 more minutes. Sorry. He is just disembodied എന്നാണ് പറയുന്നത്. He lost his body. ഇതാണ് സംഭവിക്കുന്നത് പറഞ്ഞത്. എങ്ങനെയാണ് മരണത്തെ ഈ സദ്ഗുരു കാണുന്നത് എന്നുള്ളതാണ്.
When you declare them dead, for you they are dead. As far as that person is concerned, in a way, all that has happened is he is disembodied. He lost his body. അപ്പോൾ he suddenly slips out of his body. He tends to hover around the body because he has lost his discriminatory intelligence. എന്ന മരണത്തെക്കുറിച്ച് പറയണം. മരിക്കുമ്പോൾ നമ്മൾ എന്താണ് മരണം? യു ജസ്റ്റ് സ്ലിപ്പ് ഔട്ട് ഓഫ് യുവർ ബോഡി എന്നാണ് പറയുന്നത്. എന്നാണ് മോഹനം വൈദ്യരും പറയുന്നത്. ആത്മാവ് ഇറങ്ങിപ്പോകുമ്പോഴാണ് മരണം നടക്കുന്നതെന്ന് മോഹനം വൈദ്യരും മലയാളത്തിൽ പറയുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ചിരി. 5000 ഓർത്തോപീഡിക് സയൻസിന് മുമ്പിൽ നിന്നിട്ട് നല്ല ഫേക്ക് ആക്സെന്റ് ഇംഗ്ലീഷിൽ ഇറ്റ് ഈസ് സ്ലിപ്പിംഗ് ഔട്ട് ഓഫ് ദ ബോഡി എന്ന് പറയുമ്പോൾ എല്ലാവരും കൈയടി. ഇത് രണ്ടും ഒരുപോലെ അപകടമാണ്. മോഹനം വൈദ്യരാണെങ്കിലും ശരിയാണ്, ഈ പിന്നെ സദ്ഗുരു ആണെങ്കിലും ശരിയാണ്. ഇവരൊന്നും 7 അയല തടുപ്പിക്കാൻ പാടില്ല. ശരി, 7 അയല തടുപ്പിക്കാൻ പാടില്ല. ഈ കോണ്ടെക്സ്റ്റിലാണ് ചോദിക്കുന്നത്. എൻ്റെ ഹീറോ ചോദിച്ചാണ്, വേർ ഈസ് ലൈഫ് ഇൻ അവർ ബോഡി? ഈസ് ഇറ്റ് ഇൻ ദ ബ്രെയിൻ, അവർ ഹാർട്ട്, ആൻഡ് വാട്ട് ഈസ് ദിസ് ലൈഫ് യു ആർ ടോക്കിംഗ്? ഈസ് ഇറ്റ് ഇൻ ദ സ്പൈൻ, വെർ ഡസ് ഇറ്റ് റിസൈഡ്? അപ്പോൾ ഇതിൻ്റെ സങ്കടം എന്ന് വെച്ചാൽ ഈ ജഗ്ഗി വാസുദേവ് മുതൽ മോഹനൻ നായർ വരെയുള്ളവർ പുലർത്തുന്ന ഇതേ ധാരണ എൻ്റെ ഹീറോ ആയ ഡോക്ടർ ആശയന് ഷെയർ ചെയ്യുന്നതാണ്. അതാണ് എൻ്റെ ദുഃഖകരമായ കാര്യം. അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. ബേസിക്കലി ഇത് ജീവൻ എന്ന വേറൊരു സാധനം ഉണ്ടെന്ന് വിചാരിക്കുന്നത്. അവിടെ തന്നെ there is called a fallacy of misplaced concreteness എന്ന് പറയും. ഇത് ഞാൻ സാധാരണ ജനങ്ങൾക്ക് സയൻസ് എഡ്യൂക്കേഷൻ ക്ലാസ്സിൽ ഞാൻ ഉപയോഗിച്ചുള്ള ഒരു സൈഡാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫുട്ബോളിൽ ഗോൾ അടിക്കുന്നു, ഗോൾ എവിടെ? ഗോളിനെ കാണാനൊന്നും പറ്റില്ല. ഗോൾ നമ്മൾ പറയാണ്, ഇങ്ങനെ ഈ പന്ത് പോയി ഇടിക്കുമ്പോൾ നമ്മൾ ഗോൾ എന്ന് പറയാണ്. അത് ഇറ്റ്സ് ജസ്റ്റ് എ നെയിം. ആ നെയിമിന് നമ്മൾ കോൺക്രീറ്റായി വേറെന്തോ ഉണ്ടെന്ന് വിചാരിക്കുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി അതൊരു പേര് മാത്രമാണ്. ജസ്റ്റ് എ നെയിം. ബാക്ടീരിയ മുതൽ സസ്തനികൾ വരെയുള്ള വിവിധ ജീവികൾ പങ്കിടുന്ന ചില പൊതു സ്വഭാവങ്ങൾ കൂട്ടിച്ചേർത്ത് വിളിക്കുന്ന ഒരു പേര് മാത്രമാണ് ജീവൻ. അത് ഉപാപചയം, അതായത് മെറ്റബോളിസം, റെസ്പോൺസ്, വളരാനുള്ള കഴിവ്, ഇതൊക്കെ ഈ നാമത്തെ ഒരു വസ്തു എന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ആ വസ്തു എവിടെ എന്ന ചോദ്യം വരുന്നത്. ബേസിക്കലി ഇറ്റ് ഈസ് എ ഫാലസി ഓഫ് മിസ്പ്ലേസ്ഡ് കോൺക്രീറ്റ്നെസ്. ഇത് ചിരിയുടെ ഉദാഹരണം പറയാം. ചിരി എന്നത് ഒരു നാമപദമാണ്. ചിരി എവിടെയാണ്? വായുടെ അടുത്ത് എവിടെയാണെന്ന് പറയാം. ചുണ്ടാണോ ചിരി? അല്ല. പല്ലാണോ ചിരി? അതല്ല. അപ്പോൾ ചിരി എന്നതൊരു അബോധിക വസ്തുവാണോ എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര സില്ലിയാന്ന് തോന്നും, ഇല്ലേ? ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ആലീസ് ഇൻ വണ്ടർലാൻഡ്. ഇത് ചെഷയർ കാറ്റ് നഷ്ടം ഇല്ലാതാവുകയും ചിരി മാത്രം ബാക്കിയാവുകയും ചെയ്യുന്നത് ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ആലീസ് ഇൻ വണ്ടർലാൻഡ്. പക്ഷേ ചിരിയുടെ കാര്യത്തിൽ പറയുമ്പോൾ നമുക്കിത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ജീവൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കൺഫ്യൂഷനാണ്. ഇത് രണ്ടും ഒരുപോലെയാണ്, മനസ്സിലല്ലേ? ഇതൊരു പേര് മാത്രമാണ്. ചിരി എന്നത് ഒരു എബിലിറ്റിയുടെ ഒരു പേര് മാത്രമാണ്. അതുപോലെ ഉള്ളൊരു പേര് മാത്രമാണ് എന്ത്? ജീവൻ. ഇങ്ങനെ കുറേ കഴിവുകളുള്ള, ഉപാപചയശേഷിയും ഭക്ഷണം കഴിക്കാനും വളരാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ ഉള്ള കഴിവിന് ഉള്ള കുറേ എൻറ്റൈറ്റീസിനെ, സസ്യങ്ങൾ, ജന്തുക്കളെ കൂടെ നമ്മൾ വിളിക്കുന്നൊരു പേര് മാത്രമാണ്. നമുക്ക് ജീവനുണ്ട് നമ്മൾ പേര് വിളിക്കുകയാണ്. അതിനൊരു സ്ഥാനമൊന്നും കാണാൻ പാടില്ല. ഗോളിനൊരു സ്ഥാനമില്ലാത്ത പോലെ, ചിരിക്കൊരു സ്ഥാനമില്ലാത്ത പോലെ. ഇതാണ് സം ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലൈഫ്. പൊതുജീവധർമ്മങ്ങൾ നമുക്ക് പറയാം. റെസ്പോൺസിബിലിറ്റി, എൻവയൺമെൻറ്റ്, ഗ്രോത്ത് ആൻഡ് ചേഞ്ച്, എബിലിറ്റി ടു റീപ്രൊഡ്യൂസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ പൊതുജനങ്ങൾക്കുള്ള ശാസ്ത്രപ്രചരണ ക്ലാസ്സിൽ പറഞ്ഞ് വായിച്ചു പോവുകയാണ്. പൊതുജീവധർമ്മങ്ങൾ പ്രകടിപ്പിക്കുന്ന ഏറ്റവും ചെറിയൊരു യൂണിറ്റാണ് ഒരു കോശം. പരസ്പരം കുറേ ആശ്രയിച്ചും കുറേ സ്വതന്ത്രമായി കഴിയുന്ന കോശങ്ങളുടെ സംഘാതമാണ് ഒരു ബഹുകോശജീവി. ഒരു ഏകകോശജീവിയും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഈ പ്രോപ്പർട്ടീസൊക്കെ കാണിക്കുന്നുണ്ട്. ഓരോ മനുഷ്യനും ഒരിക്കലും ഒരു ഏകകോശജീവിയായിരുന്നു. വി ആർ ഓൾ സിംഗിൾ സെൽ ആനിമൽസ്. ഇതേപോലെയുള്ള പ്രക്രിയകളൊക്കെ ചെയ്തിരുന്ന സൈഗോട്ടുകളായിരുന്നു നമ്മൾ. എന്നിട്ടായി ഇത് വിഭജിച്ചു. അമീബയെ പോലെ നമ്മൾ വിഭജിച്ചു. പക്ഷേ വിഭജിച്ച കോശങ്ങൾ വിട്ടുപോയില്ല, നമ്മൾ കൂടിച്ചേർന്ന് നിന്നു എന്ന് മാത്രമാണ്. ബേസിക്കലി എന്താണ്? നമ്മളും ഒരുപാട് കോശങ്ങളുടെ ഒരു ഗ്രൂപ്പ് മാത്രമാണ്. പരസ്പരം കുറേയൊക്കെ ബന്ധപ്പെട്ടും എന്നാൽ കുറേയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കോശ സംഘാതം മാത്രമാണ് നമ്മൾ. ഓക്കെ, ഇന്നും ഒരു ലിവർ സെല്ലിനെ എടുത്ത് നോക്കൂ. ഒറ്റക്കൊറ്റ നോക്കിയാൽ മനുഷ്യകോശങ്ങൾ ഏകകോശ ജീവികളെ പോലെ തന്നെയാണ്. ഇതുകൊണ്ടാണ് ഈ പ്രശ്നം. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതൊക്കെ അറിയുന്നത് കൊണ്ടാണ് ഡോക്ടർ ആശയന് കൺഫ്യൂഷൻ വരുന്നത്. മരണത്തെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള പരമ്പരാഗത ധാരണകളും ഈ ആധുനികമായ ഈ നോളജും തമ്മിലുള്ളൊരു പൊരുത്തക്കേട്, അതാണ് അദ്ദേഹത്തിന് ചോദ്യം ഉന്നയിക്കുന്നത്. ഈ അടിസ്ഥാന ധാരണകളുടെടുത്ത് ഈ മരണത്തെക്കുറിച്ചുള്ള പരമ്പരാഗത മതാധിഷ്ഠിത ധാരണകൾ കൂടി പുലർത്തുന്നുകൊണ്ടാണ് ഡോക്ടർ ആശയന് കൺഫ്യൂഷൻ വന്നത്. കാരണം മരിച്ചു കഴിഞ്ഞ വ്യക്തിയിൽ നിന്ന് ലിവറും കിഡ്നിയും ഹൃദയവും ശ്വാസകോശം പാൻക്രിയാസും സ്മോൾ ഇൻറ്റസ്റ്റൈനും ഇതിന് മുഖം അപ്പാടെ പോലും മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ കഴിയുന്ന നിലയാണെന്നുള്ളത്. മരിച്ചു എന്ന് വെച്ചിട്ട് ഇതൊന്നും മരിച്ചിട്ടില്ല, ഇതൊക്കെ എടുത്ത് മാറ്റി നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിലാണ് എ ബിഗ് ക്വസ്റ്റ്യൻ വാട്ട് ഡോക്ടേഴ്സ് ഹാവ് അബൌട്ട് ലൈഫ് എന്നുള്ളത് ആശയം ചോദിക്കുന്നത്. മരിച്ച ശേഷവും ഇത് ജീവൻ ഉണ്ടല്ലോ, ഇത് ഉപയോഗിക്കാമല്ലോ എന്നാണ് പറയുന്നത്. അത് മുഴുവൻ ചോദിക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല, വേറെ കാര്യം. അപ്പോൾ നമുക്ക് ഈ വയബിൾ ആയിട്ടുള്ള ഗ്രാഫ്റ്റൊക്കെ നമുക്ക് 24 hours 72 hours വരെ എടുക്കാം. ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാഫ്റ്റ് എന്നാണ് പറയണം.
അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് പ്രോബ്ലം ഇതാണ്. ഈ മരണം എന്നതൊരു സംഭവമായിട്ടാണ്. ഇറ്റ് ഈസ് സീൻ ആസ് എൻ ഇവൻറ്റ്. നമ്മൾ പരമ്പരാഗതമായി പറയുമ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോക്ക്, ആത്മാവ് ഇറങ്ങിപ്പോകുമ്പോഴാണ്, സഡൻലി സ്ലിപ്പിംഗ് ഓഫ് ദ ബോഡി ആണ് മരണം എന്ന ഒരു ഇവൻ്റായിട്ടാണ് നമ്മൾ പരമ്പരാഗതമായി മരണത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. ദാറ്റ് ഈസ് എ റോങ് അണ്ടർസ്റ്റാൻഡിങ്. ഇറ്റ് ഈസ് ആക്ച്വലി എ പ്രോസസ്സ്. മരണം എന്നതൊരു പ്രോസസ്സാണ്. ആധുനികമായി നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഡെത്ത് ഈസ് എ പ്രോസസ് റാദർ ദാൻ ഇവൻറ്റ്. ഇറ്റ് സഡൻലി സ്ലിപ്സ് ഔട്ട് ഓഫ് ബോഡി എന്ന് പറയുന്ന ഒരു ഇവൻ്റ് അല്ല. ഇറ്റ്സ് നോട്ട് എൻ ഇവൻറ്റ്, ഇറ്റ് ഇസ് എ പ്രോസസ്. അപ്പോൾ അതിൽ ഒരു ഇറിവേഴ്സിബിൾ പോയിന്റ് എത്തുമ്പോൾ നമ്മൾ ക്ലിനിക്കലി ഡെത്ത് എന്ന് പറയുന്നു. കാരണം എന്താണ്? ബ്രെയിൻ സ്റ്റം പോയാൽ പിന്നെ ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന ഒന്നുമില്ല. ദർ ഇസ് നോ കപ്പാസിറ്റി ഫോർ കോൺഷ്യസ്നെസ്. ബ്രെയിൻ സ്റ്റം പോയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനാക്കി നിലനിർത്തുന്ന ഒന്നുമില്ല. നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് വേറെ കൊടുക്കാം, നിങ്ങളുടെ പാൻക്രിയാസ് നിങ്ങൾക്ക് കൊടുക്കാം, ഹാർട്ട് കൊടുക്കാം, കിഡ്നി കൊടുക്കാം, ലിവർ കൊടുക്കാം, ഒക്കെ കൊടുക്കാം. പക്ഷേ നിങ്ങൾ ആ ബ്രെയിൻ സ്റ്റം പോയതോട് പോയി. അതുകൊണ്ടാണ് നമ്മൾ ഒരു പോയിൻ്റായിട്ട് നമ്മൾ ഈ ഡെത്തിന് ഈ ബ്രെയിൻ സ്റ്റം ഡെത്തിന് എടുക്കുന്നത് മാത്രം. ഇതാണ് ഡോക്ടർ ആഴ്സയറിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺഫ്യൂഷൻ. ഈ വ്യക്തിയായി നിലനിർത്തുന്ന മസ്തിഷ്ക പ്രവർത്തനം ഇറിവേഴ്സിബിളായി അവസാനിച്ചാൽ വ്യക്തിയും അവസാനിച്ചു. ഇതാണ്. അപ്പോൾ ഇത് ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ കമ്മിറ്റി ഡെഫിനിഷൻ ഓഫ് ഡെത്ത്. അതൊന്നും ഞാൻ പോകുന്നില്ല, നമുക്ക് അറിയുന്നതാണ്. ഇറിവേഴ്സിബിൾ സെസേഷൻ ഓഫ് ഓൾ ഫങ്ഷൻസ് ഓഫ് എൻ്റയർ ബ്രെയിൻ ഇൻക്ലൂഡിങ് ബ്രെയിൻ സ്റ്റം എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് എ പേഴ്സൺ. തിയറിറ്റിക്കലായിട്ട് ഫിലോസഫിക്കലായിട്ട് പറഞ്ഞ 2 പൊസിഷൻസ് സാധ്യമാണ്. ഒന്ന് ഡ്യുവലിസ്റ്റുകളാണ്. ഡ്യുവലിസ്റ്റുകൾ എന്താ പറയുന്നത്? എ പേഴ്സൺ ഈസ് എ ബോഡി ആൻഡ് എ സോൾ. പിന്നെ ഒന്നുള്ളൊരു ഫിസിക്കലിസ്റ്റാണ്. എ പേഴ്സൺ ഈസ് ജസ്റ്റ് എ ബോഡി. ആ ബോഡിക്ക് ചില കഴിവുകളുണ്ട്, അതിന് ജനിക്കാൻ കഴിയും, അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് സാധ്യമാവുന്നത് ഈ 2 പൊസിഷനിൽ ഒരു ഫിസിഷ്യനെ എടുക്കാൻ പറ്റുക. എങ്ങനെയാണ് ഇതിൽ ശരിയാണ് തെളിയിക്കുക? ഇൻഫറൻസ് ടു ദ ബെസ്റ്റ് എക്സ്പ്ലനേഷനാണ്. ഇൻഫറൻസ് ടു ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡ്യുവലിസം വേണോ ഫിസിക്കലിസം വേണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാൻ പറ്റുക. കാരണം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റാത്ത സാധനമാണെന്നുള്ള വെച്ചിട്ടുള്ളത്. ഇൻഫറൻസ് ടു ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ്റെ വിശദീകരണങ്ങൾക്ക് പോകാൻ നമുക്ക് നേരില്ല. മേലൊരു തുള്ളി വെള്ളം തലയിൽ വീണാൽ റൂഫിന് ഓട്ടയുണ്ടെന്ന് നമുക്ക് തീരുമാനിക്കുന്നത് ഇത് വെച്ചാണ്. അല്ലെങ്കിൽ റോൺജൻ എക്സ്റേ കണ്ടുപിടിക്കുന്നത് ഏതാനും അടി അകലെ നിൽക്കുന്ന ഫ്ലോറസൻ മെറ്റീരിയൽ തിളങ്ങുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഇതായത് ഇൻഫറൻസ് ടു ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ, ഇതുവരെ കാണാത്തൊരു റേ അങ്ങോട്ട് പോകുന്നുണ്ടെന്നുള്ളത്. ഇതുപോലെ നമ്മുടെ ബോഡിയെക്കുറിച്ചിട്ട് ആത്മാവ് ജീവൻ എന്നൊരു സംഗതിയെ പോസ്റ്റ്ലേറ്റ് ചെയ്തുകൊണ്ട് നേച്ചർ ഓഫ് പേഴ്സണിനെ സംബന്ധിച്ച് ഏതെങ്കിലും വിഷയത്തിൽ മെച്ചപ്പെട്ട വിശദീകരണം നൽകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. അതാണ് മരണത്തിൻ്റെ കാര്യത്തിലും അത് സാധിക്കുന്നില്ല. ഇത് ശങ്കരഭാഷ്യം ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ ശങ്കരാചാര്യർ പറഞ്ഞൊരു കാര്യമുണ്ട്. വ്യതിരേക സദ്ഭാവ ഭാവിത്വാത് നദുപലുബ്ധിവത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇതൊരു ഡ്യുവലിസ്റ്റ് ആയിട്ടുള്ളൊരു വിശദീകരണമാണ്. ഈ അഭൗതിക സത്തയെ പോസിറ്റ് ചെയ്തുകൊണ്ട് മരണത്തിനൊരു എക്സ്പ്ലനേഷൻ നൽകാൻ ശങ്കരാചാര്യർ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ദേഹം ഉള്ളപ്പോഴും ആത്മാവില്ല എന്ന് കാണുന്നുണ്ട് ശവശരീരത്തിൽ. അതുകൊണ്ട് ദേഹം എന്ന പേരും സ്വരൂപവും മരിച്ചെടുക്കുന്ന ശരീരത്തിനുണ്ടെങ്കിലും ആത്മാവ് കാണുന്നില്ല. അതുകൊണ്ട് 2 വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. അപ്പോൾ മരണത്തെ ഇവൻ്റായിട്ട് കാണുന്ന ഒരു പഴയ വീക്ഷണമാണ് ഇവിടെ ശങ്കരാചാര്യർ പിന്തുടരുന്നത്. ഈ ചൈതന്യവും ജഡവും തമ്മിൽ, ദേഹവും ദേഹിയും തമ്മിൽ കൃത്യമായ വേർതിരിവ് നടക്കുന്ന ഒരു സംഭവമാണ്. ഈ പഴയ ധാരണ വാസ്തവത്തിൽ നിലനിൽക്കുന്നില്ല. കാരണം എന്താണ്? ഈ ജഡം എന്നത് കട്ടയോ കല്ലോ പോലെ കംപ്ലീറ്റ് ആയ ഒരു ജഡവസ്തുവല്ല. നമുക്കെന്നെ അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇതല്ല എന്നെ ആനിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പഴയ എക്സ്പ്ലനേഷൻ, ഡ്യുവലിസ്റ്റ് എക്സ്പ്ലനേഷൻ നോട്ട് ദി ബെസ്റ്റ് എക്സ്പ്ലനേഷൻ. വി ഹാവ് ബെറ്റർ എക്സ്പ്ലനേഷൻ, ബെസ്റ്റ് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ അൽഷിമേഴ്സിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൻ്റെ കാര്യത്തിലെടുത്ത് ഇതന്നെ നമുക്ക് കാണാൻ പറ്റും. ഐ എം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഈ ഫിസിക്കലിസ്റ്റ് ആൻസർ ടു ആദിശങ്കരൻ ഇതാണ്. The mind is what the brain does. The brain stops working at death. Therefore, after death, the mind no longer exists. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതൊക്കെ ഡോക്ടർ ആഴ്സയർ ഉന്നയിച്ച പ്രശ്നത്തിനുള്ള ബെസ്റ്റ് പോസിബിൾ എക്സ്പ്ലനേഷൻ ഇതാണ്. ഇതിനാണ് നമ്മുടെ സദ്ഗുരു വലിയൊരു എക്സ്പ്ലനേഷൻ ശ്രമിക്കുക. അദ്ദേഹം ഗിവിങ് എ വെരി പുവർ അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ സെൽഫ് സർവൈവൽ ബിയോണ്ട് ക്ലിനിക്കൽ ഡെത്ത്. അദ്ദേഹം പറയുന്നതാണ്, ചുരുക്കം പറഞ്ഞ അദ്ദേഹത്തിന് ആൻസർ ഇതാണ്. So about life leaving the system, it is so entrenched, it is not something poop, it will go away like it. In stages it goes away. കുറച്ച് അപാനനും വ്യാനനും ഒക്കെ സ്റ്റേജായിട്ട് പോകുന്നതുകൊണ്ടാണ് കുറച്ച് ജീവൻ ബാക്കിയുള്ളതെന്നാണ് അദ്ദേഹം പറയുന്ന എക്സ്പ്ലനേഷൻ. ദാറ്റ്സ് എ വെരി ബാഡ് എക്സ്പ്ലനേഷൻ, വെരി പുവർ എക്സ്പ്ലനേഷൻ. വി ഹാവ് ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻസ്. ഇൻഫറൻസ് ടു ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ നമ്മുടേതാണ്. സോ ഫ്രം ഇൻഫറൻസ് ടു ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? നോ ഫിസിഷ്യൻ ക്യാൻ ബി എ ഡ്യുവലിസ്റ്റ്. ഇത് ഈ ഡെത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇമോഷൻസ്, സെൻസ് ഓഫ് സെൽഫ്, ഫ്രീ വിൽ, ക്വാളിയ, കോൺഷ്യസ്നെസ്, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എന്തെടുത്താലും സയൻസ് ഈസ് ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ. ഡ്യുവലിസം കാനോട്ട് എക്സ്പ്ലെയിൻ.
only physicalism can explain. So physicians can only be physicalists എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പക്ഷേ വേറൊരു കാര്യമുള്ളത്, വി ആർ ബോൺ ഡ്യുവലിസ്റ്റുകൾ. നമ്മളെപ്പോഴും ബോൺ ഡ്യുവലിസ്റ്റുകളാണ്. അത് നമുക്കങ്ങനെ ചിന്തിക്കാനേ ബേസിക്കായിട്ട് പറ്റൂ. ബിക്കോസ് അവർ ബ്രെയിൻസ് ആർ വയേർഡ് ദാറ്റ് വേ. അതിന് ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. ആ ബ്രെയിനിൻ്റെ വയറിംഗ് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ബ്രെയിൻ റെപ്രസെൻറ്റ്സ് മൈൻഡ് ആൻഡ് ബോഡി ഇൻ സെപ്പറേറ്റ് ന്യൂറൽ സർക്യൂട്ട്സ് എന്നാണ് പറയുന്നത്. സോ പക്ഷേ നമ്മൾ തന്നെ വി ആർ ഓൾസോ ബോൺ ഫ്ലാറ്റ് എർത്തേഴ്സ് ആൻഡ് ബോൺ ജിയോസെൻട്രിസ്റ്റ്സ് ടു. ഇൻറ്റ്യൂട്ടീവായിട്ട് നമ്മൾ ധരിച്ചു പോരുന്ന ധാരണകളെ സയൻറ്റിഫിക്കായ ധാരണകൾ കൊണ്ട് തിരുത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് ഇനിയും നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഭൂമി പരന്നാണ് കിടക്കുന്നത് എന്നതാണ് ഇൻറ്റ്യൂട്ടീവായി നമുക്ക് തോന്നുന്നത്. സൂര്യന് കിഴക്കുതിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നാണ് ഇൻറ്റ്യൂട്ടീവായി നമുക്ക് തോന്നുന്നത്. കറുത്ത പൂച്ച കുറുകെ ചാടിയതുകൊണ്ടാണ് ട്രെയിൻ മിസ്സായതെന്നും തലയിൽ വെള്ളം നനഞ്ഞ് നീരിറങ്ങിയതുകൊണ്ടാണ് ജലദോഷം വന്നതെന്നും ഭൂഗോളത്തിൻ്റെ 300 കോടി മടങ്ങ് വലിപ്പമുള്ള പാത്രം നിറയെ മരുന്നെടുത്താൽ പോലും ഒരു മോളിക്യൂൾ കാണാത്ത ഹോമിയോപ്പതി മരുന്ന് കഴിച്ചുകൊണ്ടാണ് രോഗം മാറിയത് എന്നും ഒക്കെ, അതുകൊണ്ടാണ് കുട്ടികളുണ്ടായതെന്നും അന്ധവിശ്വാസങ്ങൾ ഗവൺമെൻറ്റിനെ പ്രചരിപ്പിക്കുന്ന ഈ രാജ്യത്ത് നമ്മുടെ ഇൻറ്റ്യൂട്ടീവായ ചിന്താരീതികളുടെ പരിമിതികൾ സയൻസ് പ്രാക്ടീസ് ചെയ്ത് ജീവിക്കുന്നവർ എന്ന നിലയിൽ നമ്മൾ മറികടക്കേണ്ടതുണ്ട്. സയൻസ് ബേസ്ഡ് ആയിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഒരു സയൻസ് ബേസ്ഡ് വേൾഡ് വ്യൂ ഉണ്ടാക്കിയെടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതുപോലെ തന്നെ അവസാനിപ്പിക്കുകയാണ്, അതിഥികളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കപട ചികിത്സകർ, കപടശാസ്ത്ര പ്രചാരകർ, അന്ധവിശ്വാസ വിൽപ്പനക്കാർ തുടങ്ങിയ അപകടകാരികളായ അതിഥികൾ വന്ന് നമ്മുടെ അരയാലിൻ്റെ ശാഖകൾ തോറുമുള്ള പൊത്തുകളിൽ നിറച്ചു വെക്കുന്ന ഉണക്കപ്പുല്ലും ചാണകവും ഒക്കെ അപ്പപ്പോൾ കണ്ടെത്തി വൃത്തിയാക്കുകയും നമ്മുടെ കൂടും മരവും വൃത്തിയാക്കി സൂക്ഷിക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ തന്നെയാവും അപകടത്തിൽപ്പെടുക. നന്ദി, നമസ്കാരം.